പരിപാലിക്കും. ഈ നല്ല രാത്രിയിൽ നമുക്ക് ദൈവം തമ്പുരാൻ നൽകി തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സങ്കീർത്തനത്തെ ഓർത്തുകൊണ്ട് നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് പിന്നെ മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ ഒന്ന് സമർപ്പിച്ചാൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വലിയ കൃപാ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകി തരേണ്ടുന്നതിനായി ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ച് നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പശ്ചാത്താപ ഹൃദയത്തോടെ നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഈ കൂട്ടായ്മയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവം നമ്മളോട് ക്ഷമിക്കുവാൻ 7ലും 70ലും ക്ഷമിക്കുന്ന ദൈവം, ദീർഘക്ഷമയുള്ള ദൈവം ഇന്ന് രാത്രി നമ്മളോട് ക്ഷമിക്കുവാൻ കൂട്ടുവിശ്വാസികളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മളിലുള്ള എല്ലാ കുറവുകളും ക്ഷമിക്കപ്പെടുവാൻ ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് ദൈവത്തിന്റെ സന്ദർശനത്തിന് തടസ്സമായിട്ടുള്ളത് ഇന്ന് രാത്രി ദൈവം നമ്മളോട് ക്ഷമിക്കാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണ് യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാണ് യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനെ അമ്മയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരിശുദ്ധാത്മാവ നിറയ്ക്ക അനുദിനവും എന്റെ പരനേ. പരിശുദ്ധാത്മാവ നിറയ്ക്ക അനുദിനവും എന്റെ പരനേ. തിരുവേലയിൽ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. തിരുവേലയിൽ തികച്ചിടുവാൻ നൽവരങ്ങളെ നൽകിയിടുക. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാവൻ യേശുവേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനെ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനെ നന്ദിയാ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, നല്ല കർത്താവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ തന്നതിനായി സ്തോത്രം. പകൽ കണ്ട എത്രയോ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി കാണുവാൻ കഴിയാതെ ഈ ലോകത്തൊന്ന് മരണപ്പെട്ട് കർത്താവ് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ആയുസ്സിനെ നിലനിർത്തിയതിനായി സ്തോത്രം. ഒരു രാത്രിയുടെ കാണുവാൻ ദൈവത്തെ സ്തുതിപ്പാൻ കൃപ ചെയ്തല്ലോ. വായിച്ച തിരുവചനത്തിനായി സ്തോത്രം. അനുഗ്രഹിക്കണം കുഞ്ഞുകുട്ടി ആവാലപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കും. താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രാർത്ഥനകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവം സ്വീകരിക്കാം.
കർത്താവിന്റെ ധനിവേറിയ തിരുനാമം നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂടിവരവ് ദൈവം നമുക്ക് ഇഹത്തിൽ തന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ സമയത്തിന്റെ പരിമിതികൾ നമുക്ക് മുൻപിലുണ്ട്. പിന്നാലെ കർത്താവിന്റെ ദാസൻ നമുക്ക് ദൈവവചനത്തിന്റെ മാറ്റമില്ലാത്ത വചസ്സുകളെ ഓതി തരേണ്ടതൊക്കെ ഉള്ളത് കൊണ്ട് തുടർന്ന് ശുശ്രൂഷകൾ ബാക്കി നമുക്ക് മുൻപിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് തന്നെ ഞാൻ സമയത്തെ വൃഥാവാക്കാതെ വേഗത്തിൽ ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞനന്തരമായി ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എന്റെ നിക്ഷിപ്തമായിരിക്കുന്ന ദൗത്യം ഇവിടെ നിർവഹിച്ചനന്തരം താണിരിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ ഐക്യക്കൂട്ടായ്മയ്ക്ക് അതിന്റെ സാരഥിത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ജോസ് അവറുകൾ, ശേഷം ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹീതരാകുന്ന കർത്താവിന്റെ ദാസകൾ പ്രിയ പാസ്റ്റർ പ്രിൻസ് അവറുകൾ, അതുപോലെ പ്രിയ കർത്താവിന്റെ ദാസൻ വിശ്വനാഥൻ അവറുകൾ, അതുപോലെ ഈ കർത്താവിന്റെ ദാസന്റെ പേരറിയിട്ടില്ലെങ്കിലും പ്രിയ കർത്താവിന്റെ ദാസൻ, അതുപോലെ പ്രിയ മറ്റേതര കർത്താവിന്റെ ദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കുഞ്ഞുകുട്ടിയാവാനുമൃതം എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരാമെന്ന് നല്ലൊടി ചെയ്ത ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ നന്ദിയും സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 121 സങ്കീർത്തനം ഇന്ന് രാത്രി നമുക്ക് ദൈവം നൽകി തന്നു. വളരെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം തന്നെയാണ് എന്ന് ചോദിക്കും. മറ്റനുഗ്രഹിക്കപ്പെടാത്ത സങ്കീർത്തനങ്ങളാണോ മറ്റുള്ളതെന്ന് ചോദിക്കാം. പക്ഷെ അല്ല എങ്കിലും ഒന്നുകൂടെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ അവനൊന്ന് ബലപ്പെടാൻ, അവന്റെ ആത്മീക ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് കരുത്താർജിക്കേണ്ടതിന് ആവശ്യമായ ദൈവവചനത്തിന്റെ ഒത്തിരി ഒത്തിരി നല്ല സന്ദേശങ്ങൾ നമുക്ക് നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്നുണ്ട് ഇതിനകത്ത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് ഒത്തിരി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒക്കെ കാണാൻ കഴിയും. ഏത് സാഹചര്യത്തിൽ എഴുതി എന്ന് ചോദിച്ചാൽ അവ്യക്തമാണ്. എങ്കിലും ഇത് ദാവീദിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനം എന്ന് നമുക്ക് അവർ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ ചോദിക്കുന്നു, ഞാനെന്നെ കണ്ട് പർവ്വതങ്ങളിൽ ഉയർത്തും എനിക്ക് സഹായം ഇവിടുന്ന് വരും. ഒരു ചോദ്യം, അതിന് മറുപടിയാണ്. ആരൊക്കെയോ ചോദിച്ച ചോദ്യമായിരിക്കാം, നിന്റെ സഹായം എവിടെ നിന്നാണ് വരുന്നത്? സ്തോത്രം. അപ്പോ പഴയ നിയമ കാലഘട്ടങ്ങളിൽ അന്യാരാധന നടക്കുന്നതും സത്യാരാധന നടക്കുന്നതും എന്റെ യാഗം നടക്കുന്നത് ഉയരമുള്ള പർവ്വതത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോ അതിന് നിയുക്തരായ പുരോഹിത വൃന്ദങ്ങൾ അവിടെ ആ ആരാധന യാഗപീഠത്തിൽ നടത്തുമ്പോൾ താഴെ ജനങ്ങൾ മുകളിലേക്ക് നോക്കി നിൽക്കും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ മുകളിലോട്ട് നോക്കി നിൽക്കുമ്പോൾ ഒരു സംശയം തോന്നും, ഏത് മലയിലേക്കാണ് ഇവര് നോക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. എല്ലാവരും അന്യാരാധന നടക്കുന്ന മലയിലാണോ സത്യാരാധന നടക്കുന്ന മലയിലാണോ? ദൈവത്തിന്റെ സ്തോത്രം. ആ ചോദ്യത്തിനൊരു മറുപടി എന്ന വണ്ണമാകാം എന്ന് സങ്കീർത്തന വേദ വ്യാഖ്യാന കർത്താക്കൾ അഭിപ്രായപ്പെടുന്നത് സത്യാരാധന നടക്കുന്ന പർവ്വതത്തിലേക്കാണ് എന്നുള്ളതിന് തെളിവായിട്ടാണ് പറയുന്നത്. ആമേൻ. ദാവീദിനോട് ചോദിച്ച ചോദ്യമായിരിക്കാം. അപ്പൊ അതിനെ കൊടുത്ത മറുപടിയാണ് നമുക്ക് കാണുന്നത്. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ പർവ്വതത്തിലേക്ക് തന്നെയാണ് നോക്കുന്നത്. ദൈവത്തിന് എന്റെ സഹായം അവിടെ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. എന്റെ ആരാധന നടക്കുന്ന ഇടത്തു നിന്നല്ല എന്റെ കണ്ണ് ദർശിക്കുന്നത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന ഒരു പർവ്വതമുണ്ട്. ദൈവത്തിന്റെ ശക്തിനെ ഇറങ്ങുന്ന ഒരു പർവ്വതമുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന ഒരു പർവ്വതമുണ്ട്. അവിടെ ദൈവത്തിന്റെ ഭക്തന്മാരാൽ അവിടെ നടക്കുന്ന ഒരു യാഗമുണ്ട്. ആ യാഗപീഠത്തിനകത്തേക്ക് ദൈവം പ്രസാദിച്ചിറങ്ങി വരുന്ന ആ ദൈവത്തിന്റെ തേജസ് നോക്കിയതുകൊണ്ട് ഞാൻ എന്റെ കണ്ണുകളെ ഉയർത്തുകയോ. ഹല്ലേലൂയ. അവിടെ നിന്നാണ് എനിക്ക് ദൈവത്തിന്റെ സഹായം വരുന്നത്. ദൈവത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ താഴോട്ട് പറയുന്നു. നമ്മുടെ ദൈവത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അവൻ ഇത്രയും മാത്രമേ ഞാൻ ആ ഭാഗത്ത് പറയുന്നുള്ളൂ. മറ്റൊരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ വേഗം പ്രസംഗിക്കാനൊന്നുമല്ല, ഒരു കാര്യം പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് അതൊന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം
20-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിച്ചാൽ നന്നായിരിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യം. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്നെ ശുശ്രൂഷയും തികയ്ക്കണം എന്ന് എനിക്കുള്ളൂ. മതി. അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു തീരുമാനമാണ് അവിടെ കാണുന്നത്. ദൈവം കൊടുത്തൊരു ദൗത്യം, ആ ദൗത്യ നിർവഹണത്തിന്റെ ഒരു തീരുമാനം. ദൈവത്തിന് സ്തോത്രം. നമ്മയെല്ലാം ദൈവം തെരഞ്ഞെടുത്തത് ചുമ്മാ തെരഞ്ഞെടുത്തല്ല. നമ്മളൊക്കെ ഒരു ദൗത്യം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ ദൗത്യം നമ്മൾ തിരിച്ചറിയണം. പത്രോസ് പറയുന്ന പോലെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ഇന്നതൊന്നും അറിഞ്ഞിട്ട് അതൊന്ന് ഉറപ്പാക്കണം. എല്ലാവരെയും വിളിച്ചത് ചുമ്മാ കാണാനോ കൂത്തുകാഴ്ചയ്ക്കോ മറ്റൊന്നിനുമല്ല. ഇവിടെ ഏതാണ്ടൊക്കെ നടക്കുന്നത് കണ്ടിട്ട് അല്ല. ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. നമ്മെ വിളിച്ചത് ദൈവത്തിന് ചില ഉദ്ദേശമാണ്. ദൈവത്തിന് ചില ദൗത്യങ്ങൾ നമ്മിൽ കൂടെ ചെയ്യാനുണ്ട്. അത് എന്തെന്ന് ചോദിച്ചറിയുന്നവരോടാണ് ദൈവത്തിന് ഈ നാളുകളിൽ ചിലത് കൈമാറാനുള്ളത്. ഹല്ലേലൂയ. വിളിയുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ നടക്കുന്നവരൊന്നുമില്ല. ദൈവത്തിന്റെ വിളി എന്തിനാണെന്ന് ചോദിച്ചറിഞ്ഞ് ആരാഞ്ഞറിഞ്ഞ് ദൈവപാദപീഠത്തിൽ അത് അന്വേഷിച്ച് ചെല്ലുന്നവർക്ക് ദൈവം ഈ നാളുകളിൽ ചിലത് പകർന്നെങ്കിൽ കൊടുത്തിട്ട് ദൈവം ചില ദൗത്യങ്ങളുമായിട്ട് തന്റെ ഭക്തന്മാരെ ദൈവം ഈ നാളുകളിൽ പുത്തൻ പുതുവഴികളെ തുറന്ന് മുൻപോട്ട് യാത്ര ചെയ്യിക്കുവാൻ. ഹല്ലേലൂയ. ഇതൊരു ദൗത്യമാണ്. ദൈവത്തിന്റെ നാമത്തിന്റെ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവനാമത്തിലുള്ളതാണ്. അത് ദൈവത്തിന്റെ ദൗത്യ നിർവഹണമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പൗലോസ് പറയുന്നത്, എന്നെ നിശ്ചിതമായിരിക്കുന്നത് ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞില്ലല്ലോ അതിനൊന്നും. പൗലോസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഞങ്ങൾ ആരും ചെയ്യുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ ഇതിനെ സ്തോത്രം പറയുന്നില്ല. ഹല്ലേലൂയ. ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കണം. അതൊരു ദൗത്യമാണ്. നമ്മുടെ ദേശത്ത് സുവിശേഷം അറിയിക്കുക, അല്ലേ? ക്രിസ്തു അങ്ങനെ പറഞ്ഞത്. തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സകല സൃഷ്ടിയോട് പോയി ചെന്ന് സുവിശേഷം പ്രസംഗിക്കാം. അറിയിക്കുന്നുണ്ടോ? നമ്മൾ ഈ സുവിശേഷം ആരെങ്കിലും അറിയിക്കുന്നുണ്ടോ? അതോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കരുതിക്കൊണ്ട് നടക്കുകയാണോ? ഞാനും എന്റെ കുടുംബ സിന്ദാബാദ് പറഞ്ഞ് നടക്കുകയാണോ? നാട്ടുകാർ അറിയണ്ടേ സുവിശേഷം? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ പരമപ്രധാനമായ കാര്യവും ഇതൊക്കെ തന്നെയാ. ഒന്ന്, ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം പുലർത്തണം. രണ്ട്, ദൈവത്തെ ആരാധിച്ച് ആരാധന ബന്ധം പുലർത്തണം. മൂന്ന്, ദൈവം ആരെന്ന് സകല മനുഷ്യരോടും അറിയിക്കണം, വെളിപ്പെടുത്തണം. നാല്, സകലത്തെയും അടക്കി വാഴണം. ഈ നാലിലും മനുഷ്യൻ പരാജയപ്പെട്ടില്ലേ? അല്ലേ? ഈ നാലിലും മനുഷ്യൻ പരാജയപ്പെട്ടില്ലേ? ദൈവമായിട്ട് വല്ല കൂട്ടായ്മ ബന്ധമുണ്ടോ? ആരാധന ബന്ധമുണ്ടോ? ദൈവത്തെ അറിയിക്കുന്നതിൽ വല്ല ബന്ധമുണ്ടോ? സകലത്തെയും അടക്കി വാഴുന്നതിൽ നമുക്ക് പരാജയമല്ലേ സംഭവിച്ചത്? സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മള് അറിയിക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം അറിയിക്കണം. 4 പേരെ അറിയിക്കണം, തീർച്ചയായിട്ടും അറിയിക്കണം, കേൾപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവൻ പോയി എന്ന് പരസ്യമായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും കൂട്ടുകാർ കൂടി പോകുമ്പോൾ, തൊഴിലുറപ്പിന് പോകുമ്പോൾ അവിടെ നിൽക്കുമ്പോഴൊക്കെ അവിടുത്തെ ഇവിടുത്തെ അതും ഇതും ഒക്കെ പറഞ്ഞ് അവൻ ചെറിയ പ്രശ്നം ഒരു ബലൂൺ പോലെ ഊതി വീർപ്പിച്ച് വലിയ പ്രശ്നമാക്കി അവൻ വല്ലാതെ നാശകോടാലിയാക്കാതെ അടുത്ത് നിൽക്കുന്നവർ പറഞ്ഞു, ഞാൻ അറിയുന്ന ഒരു യേശുവുണ്ട്. ആമേൻ. എന്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്ന നസ്രായനുണ്ട്. നിന്റെ ജീവിതത്തിന്റെ, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തിന് അവന് പരിഹാരകനാ എന്ന് അവരോട് കാതിലൊന്ന് പറയാൻ പറ്റുമല്ലോ നമുക്ക്? പറ്റിയിട്ടുണ്ടോ? അങ്ങനെ സ്കൂളിൽ പോകുമ്പോ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടോ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു നസ്രായനുണ്ട്, ഞങ്ങൾ വിളിച്ചോതുന്ന ഒരു കർത്താവുണ്ട്, കുഞ്ഞെ നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരാൻ അവൻ മതിയായവനാണെന്ന് പറയാം. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് എടുക്കുന്ന തീരുമാനം, എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയണം. ഒന്ന്, പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. അവൻ 2, ക്രിസ്തുവിന് വേണ്ടി ഒന്ന് ഓടണം. അവൻ 3, സുവിശേഷത്തിന്റെ സാക്ഷ്യം പറയണം. 4, ശുശ്രൂഷ യേശു തന്നതെന്ന് തിരിച്ചറിയണം. അവൻ 5, ശുശ്രൂഷ തികയ്ക്കണം. ഇതേ ഉള്ളു തന്റെ ആഗ്രഹം. അവൻ എല്ലാവരും എല്ലാം ഉള്ളവനായിട്ട് ഇറങ്ങി തിരിച്ച് ഒന്നുമില്ലാത്തവനായി തീർന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരും എല്ലാം ഉണ്ടായിരുന്നു. കോടിക്കണക്കിന്
അവൻ സ്വത്തിന്റെ ഉടമയുടെ മകനായിരുന്നു. അവൻ എല്ലാം ഉള്ളവനായിട്ട് ഇറങ്ങി തിരിച്ചു. അവൻ ഒരു പുതപ്പും ചർമ്മലിഖിതങ്ങളും അവൻ എഴുതിയ ചില പുസ്തകങ്ങളും അല്ലാതെ ആ മനുഷ്യൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. അവൻ ഇന്ന് നേരെ തിരിച്ച ഒന്നുമില്ലായ്മ ഇറങ്ങി എല്ലാം ഉള്ളവനാക്കി തീർത്താലും ദൈവത്തെ നമ്മൾ വിളിക്കില്ല. ദൈവത്തെ നാം മനസ്സറിഞ്ഞ ദൈവത്തെ മറ്റുള്ളവരെ അറിയിക്കില്ല. പൗലോസ് എനിക്കത് തികയ്ക്കണമെന്നല്ല, എനിക്ക് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക ദൗത്യങ്ങൾ എനിക്ക് നിവർത്തീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിനെന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല. ഇന്ന് രാത്രി പ്രാണനെ വിലയേറിയതായി എണ്ണാതെ ദൈവം കൊടുത്ത ദൈവ കൃപയ്ക്കൊത്ത വേണം തന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടി പ്രതികൂലങ്ങളെങ്കിൽ പ്രതികൂലം, അവൻ അനർത്ഥമെങ്കിൽ അനർത്ഥം, കഷ്ടതയെങ്കിൽ കഷ്ടത, കണ്ണുനീരെങ്കിൽ കണ്ണുനീര്, ഇല്ലായ്മയെങ്കിൽ ഇല്ലായ്മ, മാറ്റി നിർത്തലെങ്കിൽ മാറ്റി നിർത്തല്, ഒറ്റപ്പെടലെങ്കിൽ ഒറ്റപ്പെടല്, എന്തുമാരും ഒന്ന് ഞാൻ നിർണയിക്കുന്നു. അവൻ ദൈവകൃപയുടെ സുവിശേഷം. അതാണ് എന്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം. അത് ഞാൻ ചെയ്യുമെന്ന് മനുഷ്യൻ തീരുമാനമെടുക്കുന്നു. അവൻ പ്രിയ കർത്താവിന്റെ ദാസന്റെ ഹൃദയത്തിൽ ചിന്ത കൊടുത്ത് ആ നല്ല ദൗത്യം ഈ ദേശത്ത് വന്ന് അവൻ സാക്ഷാത്കരിക്കുവാൻ, ഇവിടുന്ന് പ്രാരംഭം കുറിക്കുവാൻ ദൈവം ആ ദൗത്യത്തിന്റെ ഒരു പടിയും കൂടെ മുൻപോട്ട് കൊണ്ടുവന്ന് ഈ ദേശത്ത് സുവിശേഷം നല്ലൊരു സാക്ഷിയാകുവാൻ, അവൻ താൻ അറിഞ്ഞ സുവിശേഷത്തിന്റെ സത്യം ഈ ദേശത്തേക്ക് ഒന്നുകൊണ്ട് വ്യാപരിപ്പിക്കുവാൻ എനിക്ക് കൊടുത്ത നല്ല താല്പര്യത്തിനായി, നല്ല ആഗ്രഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരയിട്ട് ചില വാക്കുകൾ നിർത്തിട്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ സമയത്തെ കളയുന്നില്ല. അവൻ അതുകൊണ്ട് രാത്രി നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട് കേട്ടോ, മറന്നു കളയരുത്. അവൻ പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഓരോരുത്തർക്കും ദൗത്യമുണ്ട്. എല്ലാവരെയും ദൈവം വിളിച്ച് വേർതിരിച്ചത് സകല ജാതിയുടെ വംശത്തിൽ ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും അവൻ രാജകീയ പുരോഹിത വർഗമായി പാസ്റ്റർമാരെ മാത്രമെന്നല്ല എഴുതിയേക്കുന്നത്. അങ്ങനെയാണ് എഴുതിയേക്കുന്നത്. അല്ലേലൂയല്ല, എല്ലാവർക്കും ഉണ്ട്. അവൻ പ്രായപൂർത്തിയായ തിരിച്ചറിവ് പ്രായമായി കഴിയുന്നത് മുതൽ അവൻ ഈ ലോകത്തിൽ മരിച്ചടക്കപ്പെടുന്ന ആൾ വരെയും സകലർക്കും കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യമാണ്. ആ ദൗത്യം മറന്നു കളയാതെ ആ ദൗത്യത്തിന് വേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും, ഏത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും പുറകോട്ടല്ല. അതേ പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ഓട്ടം തികച്ചു, നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു. അത് പറഞ്ഞുകൊണ്ട് മുന്നേറി പോകുവാൻ സർവശക്തനായ ദൈവം നമ്മ എല്ലാവരെയും ഒരിക്കൽ കൂടെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. കണ്ണുകളടയ്ക്കാൻ നമുക്ക് ഈ ഐക്യ കൂട്ടായ്മ ഈ ദേശത്ത് ഒത്തിരി ധന്യകരമായി തീരാൻ, ഒത്തിരി ശ്രദ്ധകരമായി തീരാൻ അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്ന് യേശുവിനെ വ്യക്തമായിട്ട് അറിയാൻ, അവൻ യേശു കർത്താവിന്റെ സനാതന സുവിശേഷത്തിന്റെ മാർമിക സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിക്കുവാൻ, അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, അവന് വിശ്വാസികൾ പൂർവാധിക ശക്തി പ്രാപിക്കുവാൻ, രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ, ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെടുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ എന്നുകൂടെ ആശംസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എല്ലാ കർത്താവിന്റെ ദാസന്മാരും ദയവായി ഒരു നിമിഷം കൂടെ എഴുന്നേറ്റ് നിന്ന് അവർ തങ്ങളുടെ കരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാം ഇത് പ്രാർത്ഥിച്ച് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ബാക്കിയുള്ള എല്ലാവരും അവൻ ദൈവം തരുന്ന നിയോഗമനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് ഈ ശുശ്രൂഷ സമർപ്പിച്ചാട്ട് ചുടാരകൾ കമന ഹംധര വൈഡ മനാരകൾ കമന അതുരാതകൾ കമന വൈഡ കമന റിഗാ ജലാര വൈഡ മനസ്യ. ഇതിനെ നിൽക്കുന്ന പോരുകളിൽ ഞങ്ങൾ ശാസിക്കുന്നു. ഇതിന്റെ വളർച്ചയ്ക്കെതിരെ നിൽക്കുന്ന വ്യാപാര മണ്ഡലങ്ങള് ദേശാന്തര ശക്തികൾ ഞങ്ങൾ ശാസിക്കുകയാണ്. വ്യാപാരങ്ങളെ നാമത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല രാത്രി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ദൈവം തന്നല്ലോ. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ ബ്രജേശ്വാസിന്റെ ഹൃദയാന്തരഭാഗത്തോട് ദർശനത്തോടുള്ള ബന്ധത്തിൽ താനെ കർത്താവ് താനായിരിക്കുന്ന ദേശത്തൊരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ആഴ്ചയിലെല്ലാ വെള്ളിയാഴ്ചയും പ്രാരംഭം കുറിച്ചെന്നാൽ തുടർന്നനന്തരമായി അതിന്റെ വിശ്രമിക്ക് വേണ്ടി താൻ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനയുടെ പ്രാന്തപ്രദേശത്ത് നല്ലൊരു ആഴ്ചയിൽ ചൊവ്വാഴ്ച
ഇവിടെ വെച്ചൊരു പ്രാർത്ഥന തുടങ്ങുവാൻ നല്ല ഹൃദയത്തിൽ ദൈവം പ്രേരണ കൊടുത്തനന്തരമായി ഇന്നേ ദിവസം ഇവിടെ ഈ രാത്രിയിൽ കർത്താവെ പ്രാർത്ഥിച്ചാരംഭിക്കുവാൻ ദൈവം ഞങ്ങളോട് കൃപ കാണിച്ചല്ലോ. കർത്താവിന്റെ ദാസന്റെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചു കൊടുത്ത ദൈവമേ, തന്റെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളെയും നിവർത്തീകരിക്കുന്ന ദൈവമേ, എത്ര തന്നെ ശത്രു അവരെ തടസ്സം ചെയ്താലും, എത്ര തന്നെ ശത്രു അവരെ വാടകേറിയാലും അവരെ മാറ്റിക്കൊണ്ട് തന്റെ ഭക്തന്മാർക്ക് പുതിയ ഭാണ്ഡാവുകളെ തുറന്നു കൊടുക്കുന്ന ദൈവമേ, ഇന്ന് രാത്രി ഞങ്ങളെ ആ ഉദ്യമത്തിന് കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ രാത്രിയിൽ കർത്താവ് എല്ലാ ചൊവ്വാഴ്ചയും അവനിവിടെ വെച്ച് നടക്കുന്ന ഈ ഐക്യ കൂട്ടായ്മയെ ഇന്ന് രാത്രി ഹല്ലേലൂയ ഞങ്ങൾ ഒന്നിച്ചു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. അവരുടെ തുടങ്ങി കർത്താവ് ആത്മാവിൽ തുടങ്ങി ആത്മാവിൽ തന്നെ അവസാനിക്കുക ദൈവം തമ്പുരാനെ ശക്തീകരിക്കണമേ. ഓരോ നാളും നാൾക്കുനാൾ ബലം പ്രാപിച്ച് ഇത് സൂക്ഷിച്ചു പോകാതെ, ഇത് പരാജയപ്പെട്ടു പോകാതെ, ഇത് അമാന്തിച്ചു പോകാതെ മേൽക്കുമേൽ ശക്തി ആർജിച്ചുകൊണ്ട് ദേശവ്യാപാരമാക്കി ദൈവം സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തും. തന്നോട് ചേർന്ന് അവൻ അനവധി കർത്തൃദാസന്മാർ, ദാസിമാർ, അവൻ മറ്റിതര അവൻ പ്രിയപ്പെട്ടവർ ചേർന്ന് ഈ നല്ല ദൗത്യം കൊണ്ടുപോകുവാൻ അവിടുത്തെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നല്ല നന്മകൾക്കായി സ്തോത്രം. ഈ ആമേൻ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ അങ്ങയുടെ പൊന്നുകരങ്ങളെ താഴ്ത്തി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങ് അവിടെ എടുക്കണം. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഈ ഐക്യ കൂട്ടായ്മ ഇവിടെ ഈ രാത്രിയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്താലും ഈ ശുശ്രൂഷയിൽ ഇവിടെ നിയോഗിച്ച നിയോഗപ്രകാരവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ശുശ്രൂഷ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയും ഔപചാരികമായി ഇതിവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നല്ലൊരു കൊടുത്താണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച കർത്താവിന്റെ ദാസനും കൂട്ടായ്മയോടുള്ള നന്ദിയും വന്ദനവും കടപ്പാടും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്. താമസമേറെയില്ല. നമ്മുടെ മാനുഷിക ജീവിതത്തിൽ വിശുദ്ധി നമുക്ക് അവകാശപ്പെടുവാൻ കഴിയത്തില്ല. യോബ് പറയുന്നു, യോബിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, വെള്ളം പോലെ അകർത്തി കുടിക്കുന്ന മനുഷ്യൻ എങ്ങനെ നീതിമാനായി തീരുവാൻ കഴിയും? സ്വർഗം പോലും തൃക്കണ്ണിന് സ്തോത്രം വിശുദ്ധമല്ല. യശയ്യാ പറഞ്ഞു, ഞങ്ങളുടെ നീതിപ്രവൃത്തികളെല്ലാം കരപുരണ്ട തുണി പോലെ. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുവാനിടയായി തീർന്നു. തന്റെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പ്രയത്നം കൊണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ നമുക്ക് വിശുദ്ധിമാന്മാരായി തീരുവാൻ കഴിയത്തില്ല. മറിച്ച് രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയെ തികച്ചു ഒരുങ്ങി നിൽക്കാമെന്ന് പറയുന്ന പാട്ട് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയന്മാരുമതി താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം, പ്രിയന്മാരുമതി താമസമേറെയില്ല. വന്ദേ വാഗ്ദത്തങ്ങൾ പലരും നിറവേറുന്നേ ഒരുങ്ങീരാ. തന്റെ വാഗ്ദത്തങ്ങൾ പലരും നിറവേറുന്നേ ഒരുങ്ങീരാ.
നിൽക്കാം പ്രിയന്മാരുവാനും താമസമേയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയന്മാരുവാനും താമസമേയില്ല. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പമോ മലജാതികളാദരം നശിച്ചിരുന്നു. യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പമോ മലജാതികളാദരം നശിച്ചിരുന്നു. രാജ്യം രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരു രാജ്യങ്ങളോട് തുടങ്ങിയല്ലോ ഒരു വിശുദ്ധിയെ ചുരമൊരുങ്ങി നിൽക്കാം പ്രിയന്മാരുവാനും താമസമേയില്ല. വിശുദ്ധിയെ ചുരമൊരുങ്ങി നിൽക്കാം പ്രിയന്മാരുവാനും താമസമേയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങിക്കോട്ടിൽ വരെ ജനം കണ്ണോതിർ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങിക്കോട്ടിൽ വരെ ജനം കണ്ണോതിർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിടെ ഒരുങ്ങിയില്ല. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്കിടെ ഒരുങ്ങിയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയന്മാരുവാനും താമസമേയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയന്മാരുവാനും താമസമേയില്ല. ആകാശത്തിൽ ശക്തിയാകുന്നതാ ഭൂമിയെന്നോർ വഹിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൽ ശക്തിയാകുന്നതാ ഭൂമിയെന്നോർ വഹിക്കുമെന്നോർത്തുകൊണ്ട്. ജനം ധരിച്ചു നീതിവനായിടുന്നേ ഒരുങ്ങിയില്ല. ജനം ധരിച്ചു നീതിവനായിടുന്നേ ഒരുങ്ങിയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയന്മാരുവാനും താമസമേയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയന്മാരുവാനും താമസമേയില്ല. ബുദ്ധിമാന്മാർ മലവീഴുമ്പോൾ ദൈവശക്തിയെ ത്യജിച്ചവരോടിടുമ്പോൾ. ബുദ്ധിമാന്മാർ മലവീഴുമ്പോൾ ദൈവശക്തിയെ ത്യജിച്ചവരോടിടുമ്പോൾ. ലോകമോഹങ്ങൾ കവിരരായി തീരുന്നില്ല ഒരുങ്ങിയില്ല. ലോകമോഹങ്ങൾ വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം പ്രിയന്മാരുവാനും താമസമേയില്ല.
യേശുവിന്റെ നാമത്തിൽ രാത്രികാലം അഭിഷേകത്തിന്റെ ശക്തി ഇതിനകത്തളകൾ വ്യാപരിക്കുകയാ. നമ്മൾ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ അവൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. രാത്രികാലം കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഓർത്ത അവരുടെ കുടുംബങ്ങളെ ഓർത്ത ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. ഏത് ഭാരത്താലാണോ ഇതിനകത്തളങ്ങൾ രാത്രികാലം കടന്നു വന്നത്? അവൻ നീ രോഗിയായിട്ടാണോ കടന്നു വന്നത്? നിന്റെ കുടുംബത്തിന്റെ വിഷയത്തിലാണോ നീ കടന്നു വന്നത്? നിന്റെ തലമുറയുടെ വിഷയത്തിലാണോ കടന്നു വന്നത്? ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കര ഓ കുടുംബങ്ങളുടെ തലമുറയുടെ വ്യക്തികളുടെ ഇന്ന് രാത്രികാലം വ്യാപരിക്കേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. ഈ ദേശത്തെ വധിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ദേശത്തെ ഒരു കൂട്ടം ജനത്തെ അവൻ കർത്താവ് തുടരുന്നതിന് അവൻ ഹല്ലേലൂയ. അന്ധകാരത്തിനായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഇന്ന് രാത്രിക്കാലം ആത്മാവ് സന്ദർശിക്കേണ്ടതിന് ആത്മാവ് നിറഞ്ഞവനായി അവൻ ബലിയിലേക്ക് കടന്നുപോയതുപോലെ ഇന്ന് രാത്രിക്കാലം ആത്മാവിന്റെ ശക്തി ഈ ദേശത്ത് ഓ ഹല്ലേലൂയ സന്ദർശിക്കേണ്ടതിന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാട്ടെ. രാത്രികാലം നമ്മൾ ഒരുമിച്ച് വിദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ. ബോൾച്ചാൻ മുൻപോട്ട് കടന്നു വന്നപ്പോൾ ദേശത്തിന്റെ ഹല്ലേലൂയ വിഷയത്തെ ഓർത്ത് കടന്നു വന്നിരിക്കുന്ന ഹല്ലേലൂയ എല്ലാ വ്യക്തിത്വങ്ങളെയും ഓർത്ത് വഹിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, സ്നേഹമേറിയ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു കർത്താവേ. ഈ ദേശത്തോട് ദൈവം മനസ്സലിച്ചതിനായി സ്തോത്രം. കർത്താവ്, ഈ ദേശത്തിലെ മക്കൾ ആരംഭിച്ചിരിക്കുന്ന ഈ പ്രവൃത്തി കർത്താവേ, നിങ്ങൾ നല്ല പ്രവൃത്തിയാക്കി വേണ്ടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ആയതിനാൽ കർത്താവേ, നല്ല പ്രവൃത്തി ആരംഭിച്ച് ഈ ദേശത്തിൽ വിടുതലായി തീരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ദേശത്തോട് ഇടപെടുന്നതായി പ്രാർത്ഥിക്കുന്നു. രാത്രികാലത്ത് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും ദൈവം നടത്തുന്നതിനായി പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം സ്തോത്രം. പ്രത്യേകിച്ച് രണ്ട് വിഷയങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ട്. ആമീൻ. ഒരു കുഞ്ഞ് ഹല്ലേലൂയ വിദേശത്തിട്ട് പോകാൻ കടന്നു പോകാൻ ആഗ്രഹിച്ച് ആമീൻ അതിന് ചില തടസ്സങ്ങളായി നിൽക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ദൈവദാസൻ ഹല്ലേലൂയ ഇന്നലെ ആമീൻ ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ തന്റെ ശാരീരികമായ അറ്റാക്ക് മൂലം ശരിക്ക് ആശുപത്രിയിൽ അഭയപ്രായിക്കുവാനിടയായി തീർന്നു. ആമീൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ ദൈവദാസനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ആ ദാസന മേൽ വെളിപ്പെടേണ്ടതിന് ആമീൻ മടക്കി കർത്താവ് കൊണ്ടുവരേണ്ടതിന് ആമീൻ ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ അനേകർക്ക് വേണ്ടി ഇളവ് നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകത്തിലെ കർത്താവ് ബലപ്പെടുത്തേണ്ടത് നമുക്ക് ആ പ്രിയ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യരായിരിക്കുന്ന ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ മനു ആമീൻ ഹല്ലേലൂയ കൊടുത്തുപെട പാസ്റ്ററെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാൻ. ഞാൻ തൃക്കണ്ണമംഗൽ ദേശത്ത് ആമീൻ ഹല്ലേലൂയ വേറെയുള്ള ബന്ധത്തിൽ ഈ ഒന്ന് ഭാഗത്ത് താമസിച്ച് ഹല്ലേലൂയ വേല ചെയ്യുന്നു. തന്നെ ഓർത്ത് തന്റെ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയിൽ ചേർന്ന് നിൽക്കുന്ന ഹല്ലേലൂയ എല്ലാ ദൈവദാസന്മാരെയും ഒരു വാക്ക് നമുക്ക് ഓർത്ത് ഹല്ലേലൂയ ആ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമീൻ ഹല്ലേലൂയ ഈ വിഷയങ്ങളെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ അനിയൻ സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കണ്ണുകളടക്കാമോ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അളവിടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്വനായ നല്ല ദൈവമേ, ഈ സന്ധ്യാസമയം ദൈവസന്നിധിയിൽ കടന്നു വരുന്നു കർത്താവേ. പ്രഭാതം മുതൽ ഈ സമയം വരെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചല്ലോ കർത്താവേ. പത്രത്തിലും ടി വിയിൽ വാർത്തയിലും കർത്താവേ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ അനേക പേർ മദ്യത്തിനും മയക്കുമരുന്നിനും ഈ ലോകം വിട്ട് കടന്നുപോയി അനേക ദുഃഖ വാർത്ത കേൾക്കുമ്പോൾ സ്വർഗത്തിന് ദൈവമേ ഈ ഭവനത്തിന്റെ ഉള്ളറവി ദൈവത്തെ സ്തുതിപ്പാൻ ഈ ചൊവ്വാഴ്ച രാത്രി കാലം വിശുദ്ധ ദൈവത്തിന്റെ ദാസന്മാരെ വിളിച്ചു കൊണ്ടുവന്ന കൃപയോർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ദൈവം ചെയ്ത സകല ഭാരോ മകത്തിനാ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ശുശ്രൂഷയെ കർത്താവ് മാനിക്കണമേ. ജനത്തെ അവർ നൽകുവാൻ സഹായിക്കണമേ കർത്താവ്.
അനുഗ്രഹിക്കാൻ ദൈവമേ നീ അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. വഴിയും വാതിലും നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മത്തിലായിരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ മേലിൽ കർത്താവേ ഞങ്ങൾക്ക് മുറിവേറ്റുപോ സ്വർഗ്ഗത്തിലേക്കും ഞങ്ങളെ സഹായിക്കുന്നു മുറിവെ അழைക്കുന്നു പോലെ കർത്താവേ. ഈ രാത്രി ആത്മത്തിലേറെ ദൈവം കർമ്മ നോക്കണമേ. ഞങ്ങൾ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് മനസ്സിലാക്കണമേ, അവിടുന്ന് കരുണ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കുന്ന ആ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവേ. ഈ ദേശത്തുള്ള കർത്താവേ അനേക യൗവനക്കാർ കർത്താവേ, അനേക മാതാപിതാക്കൾ കർത്താവേ, സമാധാനമില്ല, സന്തോഷമില്ലാതെ ലോകത്തിന്റെ മധ്യത്തിൽ ലോകത്തിന്റെ കാറ്റിൽ വസിച്ചു പോയിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ അറിയുന്നില്ല സ്വർഗത്തിൽ നിന്ന് അവരെ തുറന്നേ കർത്താവേ. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുന്ന പോലെ ദേശത്തോട് ദൈവം ജനത്തെ തുറന്നേ കർത്താവേ. അനേക കർത്താവേ രോഗികൾ സൗഖ്യമാക്കുക, അനേകർ ഗുരുകൾ സൗഖ്യ, അനേക ഭവനങ്ങൾക്ക് സൗഖ്യം തരുക കർത്താവേ. സമാധാനം നൽകുക സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്ന ആദരത്തെ സ്തുതിക്കുന്നു. ഇവരുടെ പ്രാർത്ഥന കേട്ട ആദരത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നല്ല പിതാവേ ആമേൻ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. ഒരു വിഷയം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയ ഷീജ ആന്റിയുടെ മകൻ അഡ്മിഷന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹീതമാകുന്ന ഒരു അഡ്മിഷൻ ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പ്രിയപ്പെട്ടവനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരികയാണ്. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ ചില വിഷയങ്ങളുടെ മുഖത്ത് കർത്താവേ ആയിരുന്നു. അതെല്ലാം കർത്താവേ ഈ ദിവസങ്ങളിൽ സ്വർഗം മാറ്റിക്കൊടുത്ത് സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, എത്രയും വേഗം നല്ലൊരു അഡ്മിഷൻ ലഭിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവോടുന്ന് കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം കർത്താവേ. ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവൃത്തി കർത്താവേ അതിന്റെ മേഖലകളിൽ ഇടപെട്ടതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. തുടർന്ന് ആമേ ദൈവവചന കേൾവിക്കായിട്ട് സമയം വേർതിരിക്കുകയാണ്. ആമേ സ്തോത്രം. നമ്മുടെ ആത്മീയ കൂട്ടായ്മകളുടെ എല്ലാം ആധാരം എന്ന് പറയുന്നത് വിശുദ്ധ വേദ പുസ്തകം ബൈബിളാണ്, ദൈവവചനമാണ്. ആ ദൈവവചനത്തിൽ നിന്ന് അമിഷ്ണോത്രം ഇന്ന് നമ്മളോട് ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ മനു കൊളുത്തുപുഴ അവറുകളാണ്. അമിഷ്ണോത്രം കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ, കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലായി തീരട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം. പ്രിയ കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ചാരംഭിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ ഭാരമന്വേഷത്തിൽ തുടർന്നുള്ള തിരുവചന ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ നിന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഈ നല്ല വചനത്തിനായി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസമോദിയാലും, ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓദിയാലും, പ്രാണനാഥൻ പോയതായ പാദമതിയോ, പ്രാണനാഥൻ പോയതായ പാദമതി. യേശുവിൻ പക്ഷം, യേശു എൻ പക്ഷമായി തീർന്നതീന എന്തൊരാനന്ദമീ ഭൂമിൽ വാസ
രക്ഷനാഥ നോക്കി നോക്കി കണ്ണൽ ഭംഗി വേഗം വരാമെന്നു രക്ഷനാഥ നോക്കി നോക്കി കണ്ണൽ ഭംഗിയിടുന്നു പാൽ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ പാൽ വരുമോ പ്രാണപ്രിയ കണ്ടിടുവാൻ ലോകം വെറുത്തവരേശുവോടും ചേർന്നിരുന്നപ്പോഴും ആശ്വസിക്കും ലോകം വെറുത്തവരേശുവോടും ചേർന്നിരുന്നപ്പോഴും ഭാഗ്യകരാൻ ചേരും വരെ കാത്തിടണം ഭാഗ്യകാരാൻ ചേരും വരെ കാത്തിടണേ യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂമിയിൽ വാസം യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂമിയിൽ വാസം മോദം പാത്രത്തിൽ ജീവിക്കുന്ന മോദം പാർത്തലത്തിൽ ജീവിക്കുന്ന എല്ലാ കണ്ണുകളും രാത്രി നിമിഷമടയട്ടെ പാട്ടുകാരൻ പാടിയതുപോലെ ഈ ലോകമാക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓടിയാലും രാത്രി ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കർത്താവ് പോയ പാത മാത്രം മതി. ഉലകളൊന്നും നേടുവാനില്ല കർത്താവ്, ഞങ്ങളുടെ സ്നേഹമല്ലാതെ മറ്റൊന്നുമില്ല. കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ പക്ഷമായി തീർന്നതിനാൽ എന്തോരാനന്ദം ഈ ഭൂമിയിൽ വാസം, എത്ര മോദം ഈ പാർത്തലത്തിൽ രാത്രി ജീവിക്കുന്ന ദൈവങ്ങൾ അതരങ്ങളെ തുറന്ന് ശബ്ദമുയർത്തി അല്പനേരം കർത്താവിന് സെല്ല് പ്രാർത്ഥിച്ചാണ്. എല്ലാവരും പ്രാർത്ഥിച്ച് രാത്രിയിൽ പ്രാർത്ഥിച്ച് രാത്രിയുടെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുടെ വിശാലതയ്ക്ക് വേണ്ടി രാത്രി പ്രവർത്തനം രണ്ടായി ഒതുങ്ങുകയല്ല, ഇനി അനേക സ്ഥലത്ത് വളരേണ്ടതിനായി ഈ പ്രവർത്തനം രാത്രി വെളിപ്പെട്ട് വരേണ്ടതിന് എല്ലാ ദൈവങ്ങളുടെ മാധ്യമങ്ങളെ തുറന്ന് ശബദിയോടെ ഇത്ര ദൈവങ്ങൾ സ്തോത്രം പറഞ്ഞാൽ ഈ ശബ്ദം പോരാ, ഇത്ര ദൈവങ്ങൾ ആരാധിച്ചാൽ ഈ ശബ്ദം പോരാ. ഇന്ന് രാത്രി ആധാരങ്ങളെ തുറന്ന് ആത്മാവിന്റെ നിറവോടെ പ്രാപിച്ച ദൈവകൃപയോടെ പ്രാപിച്ച ദൈവശബദിയോടെ ഇന്ന് രാത്രി ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കട്ടെ. കർത്താവ് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത്, കർത്താവ് രാത്രി നമ്മെ കൊണ്ടുവന്ന ദിനങ്ങളെ ഓർത്ത്, ആയുസ് കൊണ്ടുവന്ന ആരോഗ്യത്തോടെ ദൈവം കൊണ്ടുവന്ന ദിനങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി നന്ദിയുള്ളവരായി ശകതിയോടെ അഭിഷേകം പ്രാപിച്ച ദൈവങ്ങളെ അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. കൃപ പ്രാപിച്ച എല്ലാ ദൈവങ്ങൾ രാത്രി അടങ്ങിയിരിക്കുവാനല്ലോ രാത്രി വന്നത്. എല്ലാവരും ഒരു മനസ്സോടെ സഭയോട് രാത്രി അന്യഭാഷ പ്രാർത്ഥിച്ചാൽ കൃപ പ്രാപിച്ച എല്ലാ ദൈവങ്ങൾ ഇന്ന് രാത്രി പ്രാർത്ഥനയുടെ ഭാരം കൊണ്ടുവന്ന് ഇന്ന് രാത്രി പിശാചിനെ കോട്ട തടയുക, അവന്റെ അടിസ്ഥാനം രാത്രി ഇളകുക, അന്ധകാര മണ്ഡലം രാത്രി വഴിമാറുകയാണ്. ആ ഉറപ്പുള്ള ദൈവങ്ങൾ, അഭിഷേകം പ്രാപിച്ച ദൈവങ്ങൾ, അധികാരമുള്ള ദൈവങ്ങൾ രാത്രി അന്യഭാഷ പ്രാപിച്ച ദൈവങ്ങൾ ശബരിയോട് പ്രാപിച്ച ദൈവങ്ങളോട് ഒരുമിച്ച് ആത്മാവിന്റെ ശക്തിയോടെ കരങ്ങൾ ചലിക്കട്ടെ. ആത്മാവിൽ രാത്രി മനുഷ്യരുടെ ജീവനുള്ളവരായി രാത്രി ആര് കത്തുന്നത് പോലെ തടുക്കാൻ കഴിയാത്ത ദൈവസാന്നിധ്യം തിരിച്ചറിയുന്നവരെ ഓർത്തും രാത്രി ദൈവത്തെ സ്തുതിക്കുക. മന്മല പെയ്തിറങ്ങുന്നത് പോലെ, ഒരു തീ രാത്രി ആരും കത്തുന്നത് പോലെ, ഒരു ശക്തിക്കും തടുക്കാൻ കഴിയാത്ത രാത്രിപ്രവാഹം ഇന്ന് രാത്രി ഭവനത്തിന്റെ ഉള്ളിൽ ദൈവാത്മവനെ കത്തുകയാണ്. വെളിപ്പാട് പ്രാപിച്ച ദൈവങ്ങൾ രാത്രി അവരങ്ങളെ തുടങ്ങാം. ആത്മാവിന്റെ ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കട്ടെ.
നല്ല രാത്രിക്കായി നമ്മോട് സ്തോത്രം ചെയ്യും. കൂടപ്പെടുന്നതിന് നമുക്കായി സ്തോത്രം. ഭാരം മുറിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മയ്ക്കായി നന്ദി. രാത്രി വന്നു ചേർന്ന ഈ മക്കൾക്കായി സ്തോത്രം. ഉത്ഭവന രാത്രി കാണിരിക്കട്ടെ. രാത്രിയുടെ വിളംബരം ചെയ്യുന്ന ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മ ഭാരപത്തിൽ വെളിപ്പെടുന്ന ഈ ദൈവിക ദൂതുകൾ ഈ ഭവനത്തിനും കൂടപ്പെടുന്ന ഈ മക്കൾക്കും ദേശത്തിനും സഭയ്ക്കും ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി സ്തോത്രം. വചനമായി രാത്രി വിടിവിക്കും. പ്രകാശത്തെക്കാൾ വേഗതയുള്ള തീയേക്കാൾ ശക്തിയുള്ള ആ വചനം ഇന്ന് രാത്രി വെളിപ്പെടണം. വചനത്തിന് വിരോധമായി ആരാധനയ്ക്കെതിരായി ഇന്ന് രാത്രി വെളിപ്പെടുന്ന ദൈവസ്ഥാനത്തിന് തടസ്സമായി ആവരിക്കുന്ന സകല ഇരുളിന്റെ ആധിപത്യങ്ങളെയും അന്ധകാര കോട്ടകളെയും ഈ സഭയ്ക്ക് വിരോധമായി പ്രകൃതി സകല ആവിചാരത്തിന്റെ ക്രിയകളെയും അന്യാരാധന ശക്തികളെയും സകല സങ്കല്പ പൂർത്തികളെയും ഇരുട്ടിന്റെ ആധിപത്യങ്ങളെയും ഈ വേല ഇവിടെ പൂർത്തീകരിക്കുന്നതിൽ തുടക്കം കുറിക്കുന്നതിൽ നിന്ന് വെല്ലുവിളിക്കുന്ന സകല സാധാന്യ സാമ്രാജ്യ മേഖലകളെ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ദൈവത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ രാത്രിയിൽ പ്രാർത്ഥിച്ച് ജയമറിയുകയാണ്. സകല മഹത്വമാനം തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ തന്നെ ശബ്ദകരമുയർത്തി സഭ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശബരിയോടെ ഒരു പ്രാവശ്യം കൂടെ പറയാൻ അനുഗ്രഹിക്കപ്പെട്ട ദൈവസാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന ഈ നല്ല രാത്രിയുടെ നല്ല നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ ഇത്രയും ദൈവമക്കൾക്ക് വിശേഷാലിന്റെ രാത്രിയിൽ ഞാൻ പറഞ്ഞതുപോലെ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ഈ പ്രാരംഭ നിമിഷങ്ങളിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ ഐക്യ കൂട്ടായ്മ എന്ന ഈ പേരിൽ അറിയപ്പെടുന്ന നടത്തപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കൂടിവരവിനെ ഓർത്ത് ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പട്ടണത്തെ നശിപ്പിക്കാതെ വണ്ണം എന്റെ മുമ്പാകെ ഇടവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ഉറങ്ങിക്കിടക്കുന്ന മരിച്ചു കിടക്കുന്ന നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ഭാവികളെ നേടേണ്ടതിന് വേണ്ടി ഈ പട്ടണത്തിന്റെ നടുവിൽ ഇടു നിൽക്കുന്ന അനുഗ്രതനായ കർത്താവിന്റെ ശ്രേഷ്ഠഭൃത്യനും തന്റെ കൂടെ കൈത്താങ്ങലായി നിൽക്കുന്ന മറ്റ് കർത്താവിന്റെ വിലയേറിയ അഭിഷക്തന്മാർക്കും സഹോദരങ്ങൾക്കും കൂടപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ മാനിച്ച്, മീറ്റിങ്ങിനെ മാനിച്ച്, ജാതിഭേദമന്യേ മതഭേദമന്യേ സഭാ സംഘടനാ വ്യത്യാസം കൂടാതെ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന വാത്സല്യ ദൈവകുഞ്ഞുങ്ങൾ, വാത്സല്യ പ്രായം ചെന്ന മാതാപിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ഈ മതിൽക്കെട്ടിന്റെ പുറകിൽ എന്റെ മുഖം കാണാൻ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിന്റെ പിന്നിൽ ശബ്ദം ശ്രദ്ധിക്കുന്ന ഈ കൂട്ടായ്മയിൽ സഹകരിക്കുന്ന സംബന്ധിക്കുന്ന മറ്റ് വാത്സല്യ ദൈവമക്കൾ, വന്നു ചേർന്നിരിക്കുന്ന അനുഗ്രതരും ശക്തന്മാരുമായിരിക്കുന്ന കർത്താവിന്റെ ബഹുമാനിയ അഭിഷക്തന്മാർ, വിശേഷാലിന്റെ രാത്രി മീറ്റിംഗ് പ്രാർത്ഥിച്ച് പ്രസീഡ് ചെയ്ത അനുഗ്രതനും ശക്തനുമായി ദൈവം ഉപയോഗിക്കുന്ന കർത്താവിന്റെ വലിയ അഭിഷക്തൻ, പ്രിയ അഭിഷക്തനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഗാന ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന സഹോദരങ്ങൾ, വിശേഷാൽ ഞാൻ ക്രിസ്തുവിൽ ദീർഘനാളുകളായി ഒരു കുടുംബത്തിൽ അംഗം പോലെ ഞാൻ കാണുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഈ കൊട്ടാരക്കരയിൽ വന്നതിന് ശേഷം എനിക്ക് പരിചയമുള്ള കർത്താവിന് വലിയൊരു ദാസൻ പ്രിയ ജോസച്ചാനെ ഓർത്ത് രാത്രിയിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ബഹുമാനി അഭിഷക്തൻ, തന്റെ കുടുംബം, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എല്ലാവർക്കും ലോകരക്ഷകൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനും പരമകാരുണ്യവനുമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിൽ എന്റെ ക്രിസ്തീയ സ്നേഹവന്ദനങ്ങൾ ഇന്ന് രാത്രിയിൽ അറിയിക്കുന്നു. വല്ലവനായ ദൈവം നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷണം സ്വീകരിച്ചെന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ വിശേഷാൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമായി ഞാൻ പാർക്കുന്ന ഈ ദേശത്തിൽ പ്രത്യേകിച്ച് ഒരുക്കിയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ കടന്നു വരുവാനും നിങ്ങളുടെ നടുവിൽ ചില മിനിറ്റുകൾ സമയം ഒത്തിരി നമ്മുടെ മുമ്പിലില്ലെങ്കിലും നൽകപ്പെട്ട സമയത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നൽകി തന്ന ദൂതുമായി നിൽപ്പാണ്ടക്കവണ്ണം ഈ ചെറുപ്രായത്തിൽ കർത്താവ് ആയുസ്സും ആരോഗ്യബലവും കർത്താവ് തന്നതിനായി സകല മഹത്വമാനവും സ്തുതി സ്തോത്രവും കർത്താവിന്റെ പാദപീഠങ്ങളിൽ ഞാൻ അർപ്പണം ചെയ്യുന്നു. പ്രിയ വത്സരാചാനുമായിട്ടുള്ള ആത്മീയ ബന്ധം ചില ദീർഘനാളുകളുമായിട്ട് എനിക്കുണ്ട്. ഏകദേശം ഒരു 3 വർഷത്തിനകമായി പ്രിയ അച്ഛനുമായിട്ടുള്ള ആത്മീയ ബന്ധം ഞങ്ങൾക്ക് നിലനിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഭയിലും
നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരു കുടുംബത്തിൽ അംഗം പോലെ സഹകരിക്കുന്ന വത്സല്യ അച്ചാനാണ് ജോസ് അച്ചായന്. ലോഗോസിൽ കണ്ടുപിടിക്കപ്പെട്ട സമയം മുതൽ ദൈവസഭയുള്ള ബന്ധത്തിൽ തന്നെ അദ്ദേഹം ക്രമീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നടക്കുന്ന മീറ്റിങ്ങിലൊക്കെ എനിക്ക് 2-3 പ്രാവശ്യങ്ങളിലധികം കടന്നു വന്ന ദൈവത്തിന്റെ വചന ശുശ്രൂഷിപ്പാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന എൻ്റെ സഭയിൽ കടന്നു വന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് കൃപയൊരുക്കിയിട്ടുണ്ട്. ഒരുമിച്ച് അതുപോലെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാത്രിയിൽ തന്റെ ദാസൻ രണ്ടാമതായി ക്രമീകരിച്ചിരിക്കുന്ന ഭവനത്തിൽ ക്രമീകരിച്ച പ്രാർത്ഥന കൂടാതെ ഈ ദേശത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ഇന്ന് രാത്രിയിൽ വന്നു ചേരുവാൻ നിങ്ങളുടെ നടുവിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കൂട്ടായ്മയിൽ സാധുവായിരിക്കുന്ന അടിയനെ കൂടെ കണ്ടതിൽ ക്ഷണിച്ചതിൽ അതിയായ നന്ദി ഇന്ന് രാത്രി കരയറ്റുന്നു. ത്രിദാസനെയും തന്നോട് കൂടെ പ്രവർത്തിക്കുന്ന സഹഭടന്മാരെയും കർത്താവ് ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രായം ചെന്ന ഒരു പറ്റം ദൈവമക്കളെ കാണാൻ, അഭിഷക്തന്മാരെ കാണാൻ കർത്താവ് അവസരം ഒരുക്കിയതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വേല ഇത്രത്തോളം ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ ഭവനത്തിലൊക്കെ സൂക്ഷിക്കുന്ന സമയത്തൊക്കെ അറിയിച്ചിട്ടുണ്ട്, ഇത് ഇവിടെ കൊണ്ട് ചെയ്യത്തില്ല, നിൽക്കത്തില്ല. ഇതിൻ്റെ ഒരു വർധനവുണ്ട്, അടുത്ത പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, സ്ഥിതിഗതികൾ എന്ത് ചെയ്യും, മാറുമെന്നൊക്കെ ആലോചന അറിയിച്ചത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ അഭിഷക്തന് വിടുന്ന നല്ല കാഴ്ചപ്പാടിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഭയങ്കര ദൈവസാന്നിധ്യം രാത്രി നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്നു. അതിലുപരി ഇത്രയും ദൈവമക്കൾക്ക് ഈ മീറ്റിങ്ങിന്റെ ആരംഭത്തിൽ കടന്നു വരാൻ കഴിഞ്ഞതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സ്ഥലത്തൊക്കെ പ്രാർത്ഥന തുടക്കമിട്ടാൽ ആരും എന്ത് ചെയ്യാറില്ല, ചെല്ലാറില്ല. ഞാൻ IPS ഏതാണ്ട് സംഭവം ഞാൻ ഇന്ന സഭയിലെ സെക്രട്ടറി, അതുകൊണ്ട് ഞങ്ങളുടെ സഭയിലെ പാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഒരിടം എന്ത് ചെയ്യരുത്, പോകരുത്. ഇന്ന് പലയിടത്തും പലരെ പൂട്ടിയിട്ടേക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ കെട്ടുപൊട്ടിച്ച് ഒരു കൂട്ടം ദൈവമക്കളെ ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ കർത്താവിന്റെ ബഹുമാന്യ ദാസനോട് ചേർന്ന് നിന്ന് നിങ്ങൾക്ക് കൈത്താങ്ങലായി നിൽക്കുവാൻ പ്രവർത്തിപ്പാൻ കർത്താവ് ദൈവം നിങ്ങളെ കണ്ടല്ലോ. ഈ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിലുപരി നമ്മൾ ഇരിക്കുന്ന ഈ ഭവനത്തിന്റെ ഉള്ളിൽ സാഹചര്യങ്ങൾ പരിമിതമാണ്. പ്രത്യേകിച്ച് പണിത് പൂർത്തീകരിക്കാത്ത ഈ ഭവനം ആരുടേതാണെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും പണിത് പൂർത്തീകരിച്ച് ഡെഡിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ ഭവനം ദൈവനാമത്തിലൂടെ തുറക്കപ്പെട്ടതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ വസ്തുവിന്റെ ഉടമസ്ഥരെയും ഈ ഭവനം നിർമ്മിച്ച പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അവരാരാണെങ്കിലും ഈ കൂട്ടായ്മയിലൂടെ ഉന്നത ഉയർച്ചകൾ അവർക്ക് സംഭവിക്കുക. ഈ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ തുടക്കം കുറിച്ചെങ്കിൽ ഇതിന്റെ പണി കർത്താവ് പൂർത്തീകരിക്കട്ടെ. ഈ ഭവനത്തിന്റെ സ്തുതിയുടെ മുഖച്ഛായ കർത്താവ് മാറ്റും. അവസ്ഥകളൊക്കെ ദൈവം മാറ്റും. വിശ്വസിക്കുന്ന എത്ര ദൈവങ്ങൾ വന്നിട്ടുണ്ട് രാത്രിയിൽ. മൈക്രോഫോൺ മനുപാസിന്റെ കയ്യിലാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചോളെന്ന് വിചാരിച്ച് ആരും ഏറ് പിടിച്ചിരിക്കരുത്. നമ്മൾ ഒന്നിച്ച കർത്താവിനെ മഹത്വപ്പെടുത്തുന്നേ. 2-3 മണിക്കൂറും എന്റെ മുമ്പിലില്ല, നിശ്ചയിക്കപ്പെട്ട ഒരു അല്പ നിമിഷം മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി വചനം നമ്മൾ ഒന്നിച്ചാണ് ഇവിടെ ഉയർത്തുന്നത്. പ്രത്യേകിച്ച് മീറ്റിംഗിന്റെ ആരംഭ കൂട്ടായ്മയാണല്ലോ. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ചു ചേരാം. സഭയ്ക്ക് വേണ്ടതും വന്നവർക്കും ദേശത്തിന് വേണ്ട 3 ചിന്തകൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. കർത്താനദാസൻ എന്നോട് മീറ്റിംഗിന്റെ കാര്യം 1-2 ദിവസത്തെ പുറകിൽ കൈമാറുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പക്ഷേ എനിക്ക് വരാൻ ഒക്കത്തില്ല. ദിവസങ്ങൾക്ക് മുമ്പ് മീറ്റിംഗിന്റെ ഡേറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് വരാൻ ഒക്കത്തില്ലെന്ന് ഞാൻ മുൻകൂട്ടി അറിയിക്കാനിടയായി. എങ്കിലും ഞാനൊരു സംശയം പറഞ്ഞു, ഭാഷ ഒന്ന് വെയിറ്റ് ചെയ്യും, എന്തായാലും നോക്കട്ടെ, നിയോഗമുണ്ടെങ്കിൽ വരാൻ പറ്റും. എൻ്റെ വണ്ടി കാറ് മെക്കാനിക്കൽ പണിയുടെ ഭാഗമായിട്ട് വർക്ക്ഷോപ്പിലായിരിക്കുന്നത് കൊണ്ട് എനിക്ക് കഞ്ഞിക്കുഴിയിൽ കോട്ടയത്ത് ഇന്ന് മീറ്റിംഗ് ഡേറ്റ് കൊടുത്തിരുന്നതാണ്. കൊട്ടാരക്കരയിൽ നിന്ന് 2 ഫാമിലി ചേർത്ത് അവരെ എന്നെ കൊണ്ടുപോകുന്നത് കൊണ്ട് രാവിലെ രാത്രി ശുശ്രൂഷ എനിക്ക് കഞ്ഞിക്കുഴിയിൽ കോട്ടയത്തുള്ളത് കൊണ്ട് എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചത്. പക്ഷെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് പോകാനായിട്ട് സാധിക്കാതെ ഇങ്ങനെ നീണ്ടുപോയി. ആ ഡേറ്റ് അടുത്ത ചൊവ്വാഴ്ചയിലേക്ക്, ഇന്ന് ഈ ചൊവ്വാഴ്ച നടത്തേണ്ട മീറ്റിംഗ് അടുത്ത ചൊവ്വാഴ്ചയിലേക്ക് എന്ത് ചെയ്തു, ഹാൻഡ് ഓവർ ചെയ്തു. അങ്ങനെയാണ് പെട്ടെന്ന് ശനിയാഴ്ച രാത്രിയിൽ ഞാൻ ഈ മീറ്റിംഗിന്റെ കാര്യം ഓക്കെ ആക്കിയത്. സ്തോത്രം. നിയാസനം അങ്ങോട്ട് വിളിച്ച് ഞാൻ വരാമെന്ന് വാക്ക് കൊടുത്തു. ഇന്ന് രാത്രി സന്തോഷത്തോടെ ഇവിടെ വന്നു ചേരുവാൻ, ആമേൻ, കോട്ടയത്ത് നിൽക്കേണ്ടതിന് പകരം ഈ ദേശത്ത് നിൽക്കുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. കർത്താവ് അയച്ചതിനെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെയൊക്കെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പ്രവൃത്തിയുണ്ട്. നിയാസൻ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പേര് മനു എന്നാണ്. പലർക്കും എന്നെ ചിലപ്പോൾ പരിചയം കാണും. മനു കുളത്തുപുറയിൽ നിന്നാണ് ലോകരാജ്യം മുഴുവൻ അറിയപ്പെടുന്നത്. സ്തോത്രം. ഞാൻ കൊട്ടാരക്കരയിൽ തൃക്കണ്ണമംഗൽ കർത്തദാസൻ അറിയാം, പലർക്കും അറിയാം. അവിടെ എൽഷദായി ഹോളി ഫെലോഷിപ്പ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയുടെ സ്ഥാപകനായി കർത്താവിന്റെ വേല കൃപയാൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്പം ജനം കൂടി വരുന്നു. എല്ലാ ശനിയാഴ്ചയും വിടുതലിന്റെ ശുശ്രൂഷയായി മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുന്നു. ദേശത്തിന്റെ വിവിധങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ദൈവങ്ങൾ കടന്നു വന്ന് ദൈവിക വിടുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്റെ കീഴെ 1-2 അഭിഷക്തന്മാർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കൺവെൻഷനുകളും ഉപവാസ പ്രാർത്ഥനകളൊക്കെ വരും ദിവസങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. കർത്താവ് കൃപയാൽ
പട്ടണത്തിൽ കർത്താവ് നിർത്തിയിരിക്കുന്നു. കർത്താവിന്റെ ദാസനെയും നെല്ലിക്കുന്ന പ്രദേശത്തൊക്കെ ദൈവം നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ജന്മസ്ഥലം ഇവിടെയൊന്നുമല്ല, കുളത്തൂപ്പുഴയാണ്. കുളത്തൂപ്പുഴ വിട്ട് 2014 ഞാൻ ഈ കൊട്ടാരക്കര ദേശത്ത് വന്നു. കൃപയാൽ നിന്ദിച്ചയുടെ മുമ്പിൽ, വേദനിപ്പിക്കയുടെ മുമ്പിലൊക്കെ ദൈവം മാനിച്ചു. കൃപയാൽ ദേശം നിർത്തി. കൊട്ടാരക്കര പട്ടണത്തിൽ അനേക കാവൽക്കാരുണ്ട്, പക്ഷെ ഉണർന്നിരുന്ന് കരയാൻ, ദേശത്തിന് വേണ്ടി ഇടു നിൽപ്പാൻ കർത്താവ് കൃപയൊരുക്കി. 1 വർഷത്തിലധികമായി സഭ സ്ഥാപിച്ചു. അനേകരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപയൊരുക്കി. പട്ടണത്തിന് വേണ്ടി പ്രിയ ജോസച്ചാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, പാപികൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, ദേശം വിടുവിക്കപ്പെടണം. അപ്പോൾ ഈ പ്രദേശമൊക്കെ നമുക്കറിയാം, ദൈവമക്കളുടെ ഒരു വലിയ കൂട്ടായ്മ തന്നെ ഉള്ള സ്ഥലമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ പോകുന്ന അനേക ദൈവമക്കൾ ഈ ദേശത്തുണ്ട്. സ്തോത്രം. എന്നാൽ ജീവനും ചൈതന്യവും ഉണർവും ആരാധനയില്ലാത്ത അനേക സഭകൾ ദേശത്തുണ്ട്. എന്നാൽ ഇവിടെ ഒന്നും വിടുതലില്ലാഞ്ഞിട്ടോ ആത്മാക്കളില്ലാഞ്ഞിട്ടോ ആരാധന ഇല്ലാഞ്ഞിട്ടല്ല തന്റെ ദാസൻ ഈ മീറ്റിംഗ് ഇവിടെ പ്രാർത്ഥിച്ച് ഈ ഭവനത്തിൽ തുടങ്ങിയത്. ദർശനത്തോടെ തുടങ്ങിയതാണ്. കർത്താവ് നിയോഗം കൊടുത്ത് കർത്താവ് നിർത്തിയതാണ്. കൊട്ടാരകരത്തിൽ കണ്ണമെങ്കിൽ അടിയനായിരിക്കുന്ന സാധുവായിരിക്കുന്ന എന്നെയും നെല്ലിക്കുന്നത്തും ഈ ദേശത്തൊക്കെ പ്രിയദാസനെ കർത്താവ് നിർത്തുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പ്രവൃത്തിയുണ്ട്. നിങ്ങളെ ഒത്തിരി അഭിമാനമുണ്ട്. നിങ്ങളൊക്കെ കർത്താവ് ഈ ഭവനത്തിൽ ഇങ്ങനെ ചേർത്ത് നിർത്തുന്നതിൽ, ഈ കൂട്ടായ്മയിൽ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന കൈത്താങ്ങലുകൾ, അത് ഏറ്റവും ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ തലമുറയായി കർത്താവ് അതിന്റെ നന്മകൾ വിടുതൽ കർത്താവ് എന്ത് ചെയ്യും? ദൈവം നൽകി തരും. താൻ ഒറ്റയ്ക്കൽ ഇറങ്ങി തിരിച്ചത്, തന്നോടൊപ്പം ഒരു സൈന്യമുണ്ട്. നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഈ പട്ടണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പിടിച്ചടക്കാൻ കഴിയും. രാത്രി സഭാ സംഘടന വ്യത്യാസമില്ലാതെ വന്ന് നിങ്ങളെ കർത്താവ് ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. മുഖവരകൾ അനവധി എനിക്ക് പറയണമെന്ന്, അത്രത്തോളം ആത്മീയ ബന്ധം എനിക്ക് അദ്ദേഹമായിട്ടുണ്ട്. എന്നാൽ അങ്ങോട്ടൊന്നും ഞാൻ പോകുന്നില്ല. രാത്രി പിന്നാലെ നമുക്ക് പരിചയപ്പെടാം, പിന്നെ നമുക്ക് കാണാമല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്, യമനിലാണ് ഞാൻ പാർക്കുന്നത്. ഇപ്പോൾ ഇറ്റീസിൽ കിലായിലായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഇത്രയും നിയമങ്ങൾ കൂടി വന്നതുപോലെ 30 പേരുമായി തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ്. ഇന്ന് കൃപയാൽ കൊട്ടാരക്കര പട്ടണത്തിൽ ദൈവം നിർത്തിയിരിക്കുന്നു. സ്തോത്രം. അനേക ദൈവങ്ങൾ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടണത്തിന് ഇടു നിൽപ്പാൻ കർത്താവ് കണ്ടിരിക്കുന്നു. അതിൽ വ്യത്യസ്തമായ ഒരു ചിന്ത ഞാൻ കൈമാറാം. കൊളത്തൂർ പ്രദേശത്ത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ ഓഡിറ്റോറിയം ഒക്കെ വാടകയ്ക്ക് എടുത്ത് ഞാൻ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ വിട്ട് കാലങ്ങൾ പിന്നിട്ടപ്പോൾ ഈ ദേശത്ത് കടന്നു വരാൻ അതൊരു പ്രത്യേക നിയോഗമാണ്, ദൈവം അയച്ചതാണ്. അതിന് പിന്നിൽ ഒത്തിരി ചരിത്രമുണ്ട്, ഒത്തിരി കാര്യാദികളുണ്ട്. അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ കർത്താവിന്റെ ദാസൻ ലീഡ് ചെയ്ത സമയത്ത് എന്റെ മനസ്സിൽ പെട്ടെന്ന് പരിശുദ്ധാത്മ നൽകിയ ഒരു ചിന്ത പറഞ്ഞിട്ട് ഇന്ന് രാത്രി എടുത്ത വചനത്തോട് 100% നീതി പുലർത്തുവാൻ കൃപയെ ഞാൻ ആഗ്രഹിക്കുന്നു. ദേശത്തിന് വേണ്ടി, പട്ടണത്തിന് വേണ്ടി ഇടു നിൽപ്പാൻ 80ാമത്തെ വയസ്സിൽ കണ്ട മനുഷ്യനാണ് മോശ. മോശയ്ക്ക് വലിയ കഴിവോ വലിയ ഗ്ലാമറോ വലിയ വിദ്യാഭ്യാസമോ വലിയ വാക്ക് സാമർഥ്യമോ 10 ആളുകളുടെ പിൻബലമോ ഒന്നുമില്ല. അവനെ എടുത്ത് മുമ്പിൽ നിർത്തിക്കഴിഞ്ഞാൽ കുറവുകൾ മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? പറയാനുള്ളൂ. എന്നാൽ ജനിച്ച വീണ മണ്ണിൽ വെട്ടിക്കളയാൻ ശത്രു എന്ത് ചെയ്തു? ഫറവോനിലൂടെ പദ്ധതി ഒരുക്കി. വെട്ടിക്കളയാൻ കെണിയൊരുക്കിയവന്റെ മുന്നിൽ മോശ വളർന്നു. അകത്തൊക്കെ ഒത്തിരി ദൈവമക്കൾ ഇരിപ്പുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഏറ്റെടുത്ത് കൊള്ളണം. സ്തോത്രം. മുമ്പിൽ സ്ഥലം കിടപ്പുണ്ട്. മുന്നോട്ട് വന്നിരിക്കാൻ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് എന്ത് ചെയ്യണം? തറയിലിരിക്കുന്ന ആരെങ്കിലും പ്രവേശനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ മുഖം കണ്ട് മെസ്സേജ് കേൾക്കാം. ആർക്കെങ്കിലും മുന്നോട്ട് എന്ത് ചെയ്യണം? അനുസരണം എല്ലാത്തിനും ഏറ്റവും നല്ലതാണല്ലോ. ഒത്തിരി സ്ഥലം മുന്നിൽ കിടപ്പുണ്ട്. അവൻ എന്തെങ്കിലും സ്ഥലം കൊടുക്കുവാണെങ്കിൽ ആർക്കെങ്കിലും എനിക്ക് ദൈവാലോചന ദൈവശബ്ദമൊക്കെ അറിയിക്കണമെങ്കിൽ അതൊക്കെ ഒരു അനുഗ്രഹമാണല്ലോ. മുന്നോട്ടിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ടിരിക്കുക. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. വെട്ടിക്കളയേണ്ടതിന് മോശ എന്ത് ചെയ്തു? ശത്രു പല പണിയും നോക്കി. എന്നാൽ ദൈവം സംരക്ഷിക്കേണ്ട വിധത്തിൽ ദൈവം അവൻ എന്ത് ചെയ്തു? സംരക്ഷിച്ചു. അമ്മയ്ക്ക് കാണാനൊക്കത്തില്ല, രക്തബന്ധങ്ങൾക്ക് ചാർച്ചക്കാർക്ക് എന്തിനേറെ സഹോദരങ്ങൾ പോലും കാണാനൊക്കത്തില്ല. അവനെ വെട്ടി പുഴയിലേക്ക് എന്ത് ചെയ്തു? ശത്രു വലിച്ചെറിഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ കരുതൽ വെള്ളത്തിനകത്ത് വെളിപ്പെട്ടു. നൈൽ നദിയിൽ എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ഈ സഭയുടെ ബന്ധത്തിൽ, അഭിഷേകത്തോടെ ബന്ധത്തിലുള്ള ദൂത് പറയാനാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. വെട്ടിക്കളഞ്ഞവന്റെ കുടുംബത്തിനകത്ത് നിന്ന് ദൈവം ഒരുവളെ എഴുന്നേൽപ്പിച്ചു. ദൂത് ശ്രദ്ധിച്ച് കേട്ട് വേണം ദൈവത്തെ സ്തുതിക്കാൻ. വെട്ടിക്കളയാൻ കെണി ഒരുക്കിയവന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? നേടിയെടുക്കേണ്ടതിന് ഒരുവളെ ദൈവം വെള്ളത്തിലിറക്കി. എന്നെക്കാൾ വചന ജ്ഞാനമുള്ള കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ, അഭിഷക്തന്മാർ അവിടെ ഇരിക്കുന്നത്. എന്നെക്കാൾ വചന കൃപയുള്ളവരാ, വചനങ്ങൾ ആഴമ പഠിക്കുന്നവരാ. ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാരണം വെച്ചാൽ ഫറവോന്റെ പുത്രി ആ പുഴയിൽ അല്ലെങ്കിൽ ആ നദിയിൽ ഇറങ്ങേണ്ട സാധ്യതയില്ല. പക്ഷെ ദൈവം മോശയ്ക്ക് വേണ്ടി ദൈവം അവിടെ ഇറക്കി. ചരിത്രം പഠിപ്പിക്കുന്ന തുറന്നുള്ള 40 കൊല്ലം എവിടെ വളർന്നുള്ളതാ? കുന്നുകളയാൻ കെണിയൊരുക്കിയവന്റെ ഓടിട്ടവന്റെ കൊട്ടാരത്തിൽ വളർന്നു. അവിടത്തെ ആയുധ സംവിധാനങ്ങൾ നിങ്ങൾക്ക് പഠിച്ച് മനസ്സിലാക്കി. അവിടെ ഓടിക്കഴിഞ്ഞ് മുട്ടയിലെഴഞ്ഞ് കളിച്ചു വളർന്നത് ഏകദേശം 40 കൊല്ലത്തോളം അവിടെ സകല അഭ്യാസവും പഠിച്ചു വളർന്ന മോശെ
ബാക്കിയുള്ള തുടർന്ന് 40 കൊല്ലം പിന്നിട്ടപ്പോൾ മോശയുടെ മുന്നിൽ നെഞ്ചു വിരിച്ചു നിൽക്കാൻ ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവന്നത് അവൻ ജനിച്ച മണ്ണില. എത്ര പേർക്ക് തോന്നി ആര് മനസ്സിലായി? കിട്ടാകുന്നുണ്ടോ? എത്ര പേർക്ക് തോന്നി ആര് മനസ്സിലായി? കർത്താവിന്റെ ദാസൻ എവിടെയാ? ഈ ദേശത്തുള്ളവനാ അല്ലേ? എന്നോട് നമ്മളെല്ലാം കേട്ടു ഈ ദേശത്തിന്റെ വളവും തിരിവും, എവിടെയൊക്കെ വീടുണ്ട്, ആരൊക്കെ ഉണ്ട്, എതിർപ്പ് എവിടെ ഉണ്ട്, പ്രശ്നം എവിടെ ഉണ്ട്, പ്രതികൂലം എവിടെ ഉണ്ടെന്നൊക്കെ ഇതൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും അറിയാം. അത് കുളത്തുപ്പുഴ എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. മനസ്സിലായി വരുന്നുണ്ടോ? അവൻ കർത്താവിന്റെ ദാസനെ ഈ ഓരോ കൃപാവനമാതയും എടുത്തിരിക്കുന്നത്. മനുപ്പാസിന്റെ അടുക്ക വിടുതലിന് വേണ്ടി വരേണ്ട ഒരു മനുപ്പാസിന്റെ അടുക്ക വരും, ജോസുപാസിന്റെ അടുക്ക വരേണ്ട ഒരു ജോസുപാസിന്റെ അടുത്ത് ഈ തേടി വരും. മനസ്സിലായി വരുന്നുണ്ടോ? ഈ ദേശത്ത് വളർന്ന് ഈ ദേശത്ത് മനസ്സിലായ മോശെ കർത്താവ് പറവോന്റെ ബന്ധിക്കാൻ അവനവ തന്റെ ഇടം കൊടുത്ത്. മനസ്സിലാവും? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരു മോശയെ പോലെ ഈ പട്ടണത്തിന് വേണ്ടി ജനിച്ചു വീണ ദേശത്ത് ഒരു കാവൽക്കാരനായി നിൽക്കുമ്പോൾ ഞാൻ ആത്മാവിന് ദൂത് പറയാ, ഒരു വ്യക്തം ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ പട്ടണത്തിനകത്ത് നിന്ന് ഒരു കൂട്ടം ആത്മാക്കളെ പുറത്തു കൊണ്ടുവരാ മോശയെ അഭിഷേകം ചെയ്തതുപോലെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിന്റെ പാരമ്പര്യ നിമിഷത്തിൽ, ഈ ഐക്യകൂട്ടായ്മയുടെ പാരമ്പര്യ നിമിഷത്തിൽ ഇന്ന് രാത്രി ദൂത് കൈമാറുകയാ. ഒരു മോശയെ പോലെ ഇന്ന് രാത്രി പുറത്തു കൊണ്ടുവരികയാണ്. ഈ ദൂതിന് നല്ല രാമൻ പറയുന്ന കരുത്തുള്ള ദൈവകഥാവിനെ ശ്രദ്ധിച്ചാണ്. ഇതിന്റെ പുണ്യ വില കൊടുത്തവരെ ആരും ദൈവം മറക്കത്തില്ല. ഈ മൈക്ക് സിസ്റ്റം, ഈ പായ, കസാര, ഇതിന്റെ ക്രമീകരണം, ഈ കറങ്ങുന്ന ഭാരടക്കം, സകല സംവിധാനങ്ങൾ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ ഒന്നും ദൈവം മറക്കത്തില്ല. ഈ വീടി പ്രാർത്ഥനയും തുറന്നു കൊടുത്ത് പ്രിയപ്പെട്ട ദൈവം മറക്കത്തില്ല. ദൈവം നിങ്ങളെ തലമുറകളെ ഉന്നതങ്ങൾ ദൈവം മാനിക്കും. ഈ ദേശത്ത് ഈ ഭവനം ഒരു അനുഗ്രഹമായി മാറുകയാണ്. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. പണത്തിന് വേണ്ടിയിട്ടല്ലോ, അനേകരെന്ന് പണത്തിന് വേണ്ടി ഓടുമ്പോൾ രാത്രി തന്റെ ദാസൻ ക്രമീകരിച്ച് ഈ കൂട്ടായ്മ ദൈവം വർദ്ധിപ്പിക്കും. ദേശത്തെ അനുഗ്രഹം തന്നെയാണ്. കർത്താവിന്റെ ദാസന്റെ കീഴിലൂടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ മീറ്റിംഗ് ഈ പട്ടണത്തിനകത്ത് അടയാളങ്ങൾ ദൂരം ചെയ്യും. ഒരു പ്രവചനം നിരാപ്തി കൈമാറി ഞാൻ വേഗത്തിൽ മുന്നോട്ട് ദൈവം ദൂതിലേക്ക് പോകാം. അവൻ ഒരു കൂട്ടം പാപികളെ, കുടുംബ തകർച്ചയിൽ കിടക്കുന്ന, പിന്മാറ്റത്തിൽ കിടക്കുന്ന, ദൈവമായി ബന്ധമില്ലാത്ത, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്ന ഒരു കൂട്ടം ജനതയെ ദൈവാത്മാവ് അടയാളം സഹിതം ദൈവാത്മാവ് ഈ കൂട്ടായ്മയുടെ ഉള്ളിലേക്ക് ദൈവാത്മാവ് അയക്കുമെന്ന് ഇത് ഇവിടെ നിന്ന് കൊട്ടാരക്കര പട്ടണത്തിലേക്ക് വ്യാപിക്കത്തക്ക നിലകളിൽ ഇന്ന് രാത്രി തന്നെ അഭിഷക്തനെയും മാനിക്കാൻ പദ്ധതിയുടെ ദൂത് കൈമാറിയാൽ അസൂയയില്ലാത്ത ദൈവമക്കൾ, പുറപ്പെടുപ്പില്ലാത്ത ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ദൂതുകളൊക്കെ ചേർന്ന് ഇന്ന് രാത്രി നല്ല രാമൻ പറയാൻ കഴിയുമെങ്കിൽ ഇതൊരു മിനിസ്ട്രിയായി മാറട്ടെ. അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. അടഞ്ഞു കിടക്കുന്ന സ്നാനക്കുളം ഇതിലൂടെ തുടങ്ങപ്പെടട്ടെ. ദേശത്ത് അനുഗ്രഹമായി മാറട്ടെ. വന്നെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരോശാന്തി ഉയർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഈ മീറ്റിംഗിന് വേണ്ടി വ്യാസനോട് പറഞ്ഞപ്പോൾ തന്നെ അനവധി വചനങ്ങൾ എന്റെ തലച്ചോറിലൂടെ കയറി ഇറങ്ങിപ്പോയി. ആയിരക്കണക്കിന് മെസ്സേജുകളൊക്കെ ഹൃദയത്തിനകത്തുണ്ടെങ്കിലും ഇവിടെ വേണ്ടതല്ലേ നമുക്ക് പ്രസംഗിക്കാൻ കഴിയുന്നു. പ്രസംഗമല്ല നമ്മെ വിടുവിക്കുന്നത്, ദൈവത്തിന് മാറ്റമില്ലാത്ത വചനമാണ്. രാത്രി ഞാൻ ഒരുക്കത്തോടെ ആയിരുന്നപ്പോൾ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവെന്ന ചിന്തയാണ് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-19 വാക്യങ്ങൾ വായിച്ചു തുടങ്ങി. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പാതാള ഗോപുര ശക്തികൾ അതിനെന്ത് ചെയ്യത്തില്ല, ജയിക്കത്തില്ല. ഉറപ്പുള്ള ദൈവങ്ങൾ കർത്താവിനെ സ്തുതിച്ചാണ്. ഈ വാക്യം ബൈബിൾ ഒരു വട്ടെങ്കിലും വായിച്ചുള്ളവർക്കൊക്കെ മനഃപ്പാടമായ വാക്യമാണ്. 12 ശിഷ്യന്മാരിൽ ദൈവത്താൽ വെളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിയ ഒരു മനുഷ്യനാണ് പത്രോസ്. ആ മറ്റാർക്കും കിട്ടാത്ത ഒരു ദൈവിക വെളിപ്പാട് ലഭിച്ച മനുഷ്യനാണ് പത്രോസ്. കർത്താവായ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്രൻ ആരാണെന്നാ നിങ്ങൾ പറയുന്നത്? ചിലര് പറഞ്ഞത് നീ യോഹന്നാൻ സ്നാപകനെന്നും ഏലിയാവെന്നും യെരമ്യാവെന്നൊക്കെ ചിലരൊക്കെ പറയുന്നു. പ്രവാചകന്മാരിൽ ഒരു പ്രവാചകനാണെന്നൊക്കെ പലരും പറയുന്നു. പെട്ടെന്ന് എടുത്തുചാട്ടക്കാരനായിരിക്കുന്ന പത്രോസ് മുമ്പും നോക്കാതെ ഒറ്റ ഡയലോഗാണ് വിട്ടത്. നാദാ, നീ ഒരു സാധാരണ പ്രവാചകനല്ലേ, നീ ഒരു സാധാരണ മനുഷ്യനല്ലേ, അവനൊരു സാധാരണ വ്യക്തിത്വമല്ല, പിന്നെ നീയോ ആരാ? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ആ ഒരു വെളിപ്പാട് കിട്ടിയ പത്രോസിനെ കർത്താവ് മുന്നോട്ട് നിർത്തിയിട്ട് അവന്റെ തോളത്ത് കൈവച്ചിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആകുന്നു, നീ പത്രോസാകുന്നു, നീ നിൽക്കുന്ന ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും.
പത്രോസ് അച്ഛാ, നിന്റെ സഭ പണിയെന്നല്ല പറഞ്ഞത്, എന്റെ സഭയെ ഞാൻ എന്ത് ചെയ്യും? പണിയും. ആ പണിക്ക് വിരോധമായി നിൽക്കുന്ന പാതാള ഗോപുരങ്ങൾ അതിന്മേൽ ജയിക്കയില്ല. ഇത് പറഞ്ഞത് ഉന്നത സമ്പന്നനല്ല പറഞ്ഞത്, ഇത് പറഞ്ഞ സാധാരണ രാഷ്ട്രീയ നേതാവല്ല പറഞ്ഞത്, വിളിച്ചിറക്കിയ സാധാരണ വ്യക്തികളല്ല പറഞ്ഞത്. പിന്നെ ആരാ? ഉലകത്തെ ചവച്ച സകലത്തിന് ഉടവനായ ജീവനുള്ള കർത്താവ് പറയുക, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആ വെളിപ്പാടുള്ള പത്രോസിന്റെ കയ്യിൽ ദൈവം ഒരു താക്കോല് കൊടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ആലോചന കൈമാറുകയാണ്. ദൂത് 2 മണിക്കൂറിലധികം ദൈർഘ്യം നിൽക്കുന്നതാണ്. പക്ഷെ എന്റെ സമയമിലധികം മിനിറ്റുകൾ മാത്രമേ എനിക്ക് ഓടി തീർക്കണം. ശ്രദ്ധിച്ചത് രാത്രി ദൂത് ഏറ്റെടുത്ത് പോകണം. ഇതെല്ലാവർക്കും വേണ്ട ആലോചനയാണ്. പത്രോസിന്റെ മുന്നിൽ വിളിച്ചിട്ട് തന്റെ കൈകളിൽ ദൈവം താക്കോല് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ അത് 11 ശിഷ്യന്മാർ നോക്കി നിൽക്കുക. എന്തുകൊണ്ട് അവരുടെ കയ്യിൽ കൊടുത്തില്ല? അവർക്ക് കിട്ടാത്തൊരു വെളിപ്പാട് കിട്ടിയത് കൊണ്ടാണ്. വെളിപ്പാടില്ലാത്തവന്റെ വെള്ളിയും ചൊവ്വയും തിരിച്ചറിയാത്തവന്റെ കയ്യിൽ താക്കോല് കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചേ. സഭ എപ്പം നശിച്ചെന്ന് ചോദിച്ചാൽ മതി. വെള്ളിയും ചൊവ്വ അറിയത്തില്ല, പ്രാർത്ഥന അറിയത്തില്ല, ഉപവാസം എന്താണെന്ന് അറിയത്തില്ല, ആരാധന എന്താണെന്ന്, കൺവെൻഷൻ എന്ന് അറിയത്തില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. പെട്ടെന്ന് എടുത്തിയാടി ആരാണ്ട് പറഞ്ഞു എന്റെ ആത്മാമകനെ ഇടപെടുക നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ, ഒരു ടാർപ്പടയിൽ പെട്ടെന്ന് അടിച്ചുകൂടി ഒരു പ്രാർത്ഥന യോഗം തുടങ്ങിയാൽ ശാസ്ത്രീയ അപ്പ ചുരുട്ടി വാരി എടുത്ത് കലങ്ങലെറിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. നിയോഗമില്ലാത്ത തുടങ്ങിയാൽ സഭ പൂട്ടും. വെളിപ്പാടില്ലാത്ത അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ ഇന്ന് എത്ര സഭകളെ കാട് കയറി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടം തീജ്വാല കത്തിക്കളിച്ച സഭകളാ, തീകോളം ഉണ്ടാക്കിയ സഭകളാ. ഒരു ഉണർവിന്റെ തരംഗമായിട്ടുള്ള പല സഭകളും ഇന്ന് താഴിട്ട് പൂട്ടിക്കിടക്കുമ്പോൾ ഇന്നും പല സഭകൾ അതിൽ നിന്ന് വേർവിട്ട് ഇന്നും ദൈവസഭകൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന കാരണം താക്കോലുള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി എന്റെ മെസ്സേജിന്റെ ടൈറ്റിൽ ദൈവാത്മാവ് ഇതുപോലെ കണ്ടന്റ് ഇതാണ്, അനുഗ്രഹത്തിന്റെ താക്കോൽ തീർന്നൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് രാത്രി ദൈവത്തെ ശ്രദ്ധിക്കാൻ തയ്യാറാ? നല്ല രാമൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി അഭിഷേകം പ്രാപിച്ച എല്ലാ ദൈവങ്ങളും ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചേ. ഇന്ന് രാത്രി ഈ സഭയുടെ താക്കോൽ മാത്രമല്ല, ഈ പട്ടണത്തിന്റെ ഒരു താക്കോൽ ദൈവം ഈ സഭയുടെ കയ്യിൽ, ഇവിടെ കൂടപ്പെട്ടവരുടെ മേൽ, ഇതിന് നേതൃത്വം കൊടുക്കുന്ന കർത്തൃവൃദ്ധന്റെ മേൽ, ഇതിന്റെ പിന്നിൽ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട മേൽ, ഇന്ന് രാത്രി വന്നുചേർന്ന ദൈവമക്കളുടെ മേൽ ദൈവാത്മാവ് കൈമാറുകയോ. പത്രോസിന്റെ കയ്യിൽ ഒരു താക്കോൽ ഹാൻഡ് ഓവർ ചെയ്യുന്നത് പോലെ ഇന്ന് രാത്രി ഒരു താക്കോൽ ദൈവാത്മാവ് കൈമാറുകയോ. ഞാൻ എന്റെ സഭയെ പണിയുമെന്നുള്ള ഒരു താക്കോല് ഇന്ന് രാത്രി കൈമാറുമ്പോൾ, ഇന്ന് രാത്രി അഭിഷേകത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന രാത്രി, വീട്ടിൽ നിന്ന് കൈകൊണ്ട് വന്നിട്ടൊരു കാര്യം അടിച്ചു രാത്രി ദൈവത്തെ സ്തുതിച്ച് അതരങ്ങളെ തുറന്ന് രാത്രിയിൽ ഇത് 2ാമത്തെ താക്കോല അല്ലേ? നെല്ലിക്കുന്നത്തും ഈ ദേശത്ത് 2 താക്കോൽ കൊടുത്തു. ഇത് 2 താക്കോലും 3 താക്കോലൊന്നും ഒതുങ്ങത്തില്ല കേട്ടോ. രാത്രി പ്രവചനാത്മാവിനെ കൈമാറാം. അനുപ്പാസ് വലിയ പ്രവാചകൻ എന്നല്ല, പ്രവചിച്ച പല കാര്യം സംഭവിച്ചിട്ടുണ്ട്. ആ വെളിച്ചത്തിൽ പറയാ, ഇത് 1, 2, 3 താക്കോൽ ഒതുങ്ങത്തില്ല. രാത്രി ദൈവത്തിനെ വർദ്ധിപ്പിക്കാൻ പറയാ. ആത്മാവിനെ പത്രോസിനെ പോലെ നിൽക്കാൻ തയ്യാറെങ്കിൽ രാത്രി ഉയർത്തുന്ന ഒരു അഭിഷേകമുണ്ട്. മറ്റാർക്ക് കിട്ടാത്തൊരു വെളിപ്പാട് ആർക്ക് ദൈവം കൊടുത്തു? പത്രോസിന് ദൈവം കൊടുത്തു. വെളിപ്പാടുള്ളവന്റെ കയ്യിലെ ദൈവം എന്താ കൊടുക്കത്തുള്ളൂ? താക്കോൽ ദൈവം കൊടുക്കും. അല്ലാത്തവന്റെ കയ്യിൽ താക്കോൽ കൊടുത്താൽ അവൻ എപ്പോ കൊണ്ട് കൃപയുടെ താക്കോൽ കളഞ്ഞെന്ന് ചോദിച്ചാൽ മതി. ഇന്ന് പലരും താക്കോൽ കളഞ്ഞിട്ട് അച്ഛാ നിന്റെ കയ്യിലുണ്ടോ എന്ന് തപ്പിക്കൊണ്ട് നടക്കുക. പലരും പലയിടത്തും ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കുക, എന്റെ താക്കോല് കിട്ടിയോ എന്നാ. മനസ്സിലായോ? കൃപയില്ല, പ്രാർത്ഥനയില്ല, ആരാധനയില്ല, വിശ്വാസമില്ല, ആത്മീയപരമായി യാതൊരു ബന്ധമില്ല. ഇന്ന് പലരും താക്കോല് കൊണ്ട് കളഞ്ഞിട്ട് പലരെ ഇങ്ങനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ ഇന്ന് രാത്രി നേരിട്ട് ദൈവം പത്രോസിന്റെ കയ്യിൽ താക്കോൽ കൈമാറിയതുപോലെ ഇന്ന് രാത്രി ദൈവാത്മാവി സഭയുടെ താക്കോൽ കൈമാറിയിട്ടുണ്ടെങ്കിൽ അടപ്പാനും തുറപ്പാനും ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ദൈവം വിളിച്ചിറങ്ങിയ പത്രോസിന്റെ കയ്യിൽ ദൈവം താക്കോൽ കൊടുക്കുമ്പോൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭ പണിയും. ഇത് മീറ്റിംഗിന്റെ ഭാരമാണല്ലോ. ഇതൊരു സഭയുടെ പണി ഇവിടെ തുടക്കം കുറിക്കുക. ദൈവാത്മാവ് പറയുന്നത് ഇത് വളരാൻ പറയാം. പത്രോസിന്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചതുപോലെയാണ് കർത്താവിന്റെ ഹൃദയത്തിന്റെ കയ്യിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയയുടെ മേൽ ഇതിന്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ താക്കോൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാതെ കൊണ്ട് നടക്കേണ്ട നമ്മുടെ വിശ്വസ്തതയാണ്, നമ്മുടെ കടമയാണ്. പലരും താക്കോൽ കൊണ്ട് കളഞ്ഞിട്ട് തപ്പി നടക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഏൽപ്പിച്ച ഈ 2ാമത്തെ താക്കോൽ കൊണ്ട് മാത്രമല്ല, ഇനി അനേക താക്കോലുകൾ ദൈവം കൈമാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്.
ആമുഖമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ കൈമാറാം. ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിങ്ങൾ കുറിച്ചു കൊള്ളണം. ബൈബിളിന്റെ സൈഡിലോ പേന എടുത്തൊക്കെ എഴുതി കൊള്ളണം. മനസ്സിൽ നിങ്ങൾ ഈ വചനം എന്ത് ചെയ്യണം? കുറിച്ചു കൊള്ളണം. എഴുത്തുകാരൻ മറ്റാരുമല്ല, മത്തായി തന്നെയാണ്. കർത്താവ് യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരിക്കുന്ന മത്തായിയാണ് ഈ സുവിശേഷം എന്ത് ചെയ്യുന്നത്? എഴുതിയിരിക്കുന്നത്. എഴുതിയ കാലഘട്ടം AD-യിലാണ്. AD-യിൽ 60-65 കാലഘട്ടത്തിൽ, AD-യിൽ 60-65 കാലഘട്ടത്തിൽ താൻ എഴുതപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട അതിമഹത്തായ സുവിശേഷമാണ് മത്തായി എഴുതിയ സുവിശേഷം. എഴുതിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെരുശലേം എന്ന് പറയുന്ന തെരുവീതികളിൽ 1-2 കൊല്ലം കൊണ്ടല്ല, പിന്നെയോ 35 കൊല്ലം വേണ്ടി വന്നു മത്തായിക്ക് ഈ സുവിശേഷം എഴുതി തീർക്കുവാൻ. 35 കൊല്ലം കൊണ്ട് യെരുശലേമിന്റെ തെരുവീതികളിൽ ഇരുന്നുകൊണ്ട് എഴുതപ്പെട്ട അതിമഹത്തായി അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് മത്തായി എഴുതിയ സുവിശേഷം. ആകെ 28 അധ്യായമുണ്ട്. 28 അധ്യായത്തിൽ 1071 വാക്യങ്ങൾ, 1071 വാക്യങ്ങൾ കൊണ്ട് നിറയപ്പെട്ട ശക്തമായ വചനമാണ് മത്തായി എഴുതിയ സുവിശേഷം. മറ്റു സുവിശേഷങ്ങളിൽ ഒന്നും കാണാത്ത ഒരു ഭാഗമാണ് നമ്മൾ 16-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് എന്ത് ചെയ്യുന്നത്? കഴിയുന്നത്. അവിടെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായിരിക്കുന്ന പത്രോസിനെ മുമ്പിൽ വിളിച്ചു നിർത്തിയിട്ട് വെളിപ്പാട് പ്രാപിച്ചവനോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്, നീ ഈ സ്ഥലത്ത് ഞാൻ എന്റെ സഭ എന്ത് ചെയ്യും? പണിയും. ദൈവം പത്രോസിനെ മുന്നിൽ വിളിച്ചു നിർത്തി കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണത്. ഇതിനകത്തിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് കിടന്നുറങ്ങുന്ന ഈ കുഞ്ഞുങ്ങൾക്കടക്കം എല്ലാവർക്കും എന്നാ ഉണ്ട്? വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തം പ്രാപിച്ച എത്ര പേര് വന്നിട്ടുണ്ട്? അയ്യോ, ഞാൻ പൈസ കടം ചോദിച്ചതല്ല. വാഗ്ദത്തമുള്ളവരുന്ന് കരം ഉയർത്തി ദൈവത്തിന് സ്തുതിക്കാനാ. മിണ്ടാതിരിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. ചന്തസ്ഥലത്തും വഴിയൊക്കെ വെറുതെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ. ആശുപത്രിയിലും കടത്തിണ്ടെങ്കിലും അനാഥാലയത്തിൽ അനേകരിന്ന് കിടന്നുറങ്ങുമ്പോൾ ഇന്ന് രാത്രി ആയുസ്സോടെ ആരോഗ്യത്തോടെ അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഏതോ സ്ഥലത്ത് മണ്ണിന്റെ അടിയിൽ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചെന്ന് പോലും ബോധമില്ലാതെ കിടക്കുമ്പോൾ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾ ഇവിടെ വന്നിരുന്നവൻ അല്പനേരം അഭരങ്ങളെ തുറക്കാൻ ദൈവം നമ്മെ ആയുസ് മറക്കരുത്. എന്റെ വീട്ടിൽ സമാധാനം തന്നു, സന്തോഷ ദൈവം തന്നു, ആരോഗ്യം ദൈവം തന്നു, കഴിക്കാൻ ആഹാരം തന്നു, ധരിക്കാൻ നല്ല വസ്ത്രം തന്നു, സഞ്ചരിക്കാൻ വാഹനം എല്ലാം ദൈവം തന്നു. അതിന്റെ അഹങ്കാരം നമുക്കുണ്ട്, അത് വേറെ കാര്യം. ആമേൻ. എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്ത് ചെയ്തില്ല വാസേ? പണ്ട് മഹത്വപ്പെടുത്തുമായിരുന്നു. ചാണമേഴി തറയെ കിടക്കുമ്പം നല്ല ഓലമേഞ്ഞ കണ്ടിട്ടുണ്ടാവുമെന്തോ. ഇരിപ്പ് കണ്ട നമ്മൾ ആരും അംബാനിയുടെ വീട്ടിൽ നിന്ന് വന്നെന്നാ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നേരെ സൈറ്റ് മാറ്റി പിടിക്കും, യാതൊരു സംശയമില്ല. അനീഷ് കാവാൽ എന്റെ കൂട്ടുകാരല്ല. ആ രീതിയിലോട് നമ്മൾ കാര്യങ്ങൾ പോകും. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്തോത്രമൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്കും കൊള്ളാം, എനിക്കും കൊള്ളാം. അല്ലെങ്കിൽ ആരാധിക്കാത്തൊരു ദിവസം നല്ല ഉപദേശം പറയാൻ ദൈവം കൃപയാൽ പഠിപ്പിച്ചിട്ടുണ്ട്. പോപ്പിന്റെ കാലം ഞാൻ വിശ്വാസിച്ച് വന്നതാ പക്ഷേ എനിക്കൊരു നന്മയ്ക്കും കുറവില്ല. എങ്ങനെ കിടന്നവരാ നമ്മള്? കന്നിക്ക് പകലാതെ കിടന്നതാ ഞാൻ. നിങ്ങൾ ഉയർത്തി എന്ന് പറയാനല്ലാതെ ഒരു മഹത്വം പറയാനില്ല. അതുകൊണ്ട് ആര് വചനം പ്രസംഗിച്ചാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ആര് നെല്ല് കുത്തിയാലും അരി വേവണമെന്നാ. ശക്തമായി ഈ ആരാധിക്കുന്ന മഹത്വം അല്ലെങ്കിൽ ഇന്ന് കിടന്ന ഈ സ്ഥാനം നാളെ കിട്ടണമെന്നില്ല. ഇവിടെ ഇരിക്കുന്നവരെ നോക്കി പ്രസംഗിക്കുന്ന എന്നെ നോക്കി ഞാൻ പറയാം, നാളെ നേരം വെളുക്കുമ്പോ നാളെ 6 മണി തികയ്ക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല. ഓടുന്ന ഈ ബ്ലഡും ഹാർട്ടിനിപ്പോ ഒന്ന് നിലച്ചാൽ മതി, നമ്മുടെ കാര്യം പോക്കാം. അച്ഛാ മോളോട്ട് വിടുന്ന ശ്വാസം താപ്പോട്ട് ഇവിടെ മറമാ മതി, നമ്മുടെ കാര്യം പോക്കാം. എനിക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ട് ഈ കിട്ടുന്ന അവസരം ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളണം. ഞാൻ എവിടെയും പ്രസംഗിക്കാറ് പറയാറുണ്ട്, വലിയവരായിട്ട് ആരും വന്നിട്ടില്ല. വലിയവനായ കർത്താവ് മാത്രമേ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുള്ളൂ. അതുകൊണ്ട് രാത്രി സ്തോത്രം പറഞ്ഞ് രക്തം ചെയ്യാൻ പറഞ്ഞ് ഭൂതാത്മാവിൽ ഏറ്റെടുത്ത് നല്ലവണ്ണം ദൈവത്തെ ആരാധിച്ചു. പ്രകാശത്തെക്കാൾ വേഗതയുള്ള, കരണ്ടിനേക്കാൾ ശക്തിയുള്ള, കാറ്റിനേക്കാൾ വേഗതയുള്ള, ഉള്ളത്തിനേക്കാൾ പവറുള്ള, അഗ്നികാലത്തിൽ കൊണ്ടവനും മാറത്ത് പൊങ്ങച്ചവട്ടിയവന് ഉന്നതൻ ഉയർന്നവൻ നിത്യവിടാവ് അതിലാണ്ടപ്പിടെ ഉറവിടമായവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, നിങ്ങളിൽ പലരും പോയി കാണും വടക്കിന്റെ പല മേഖലകളിൽ. അവിടെ ആരാധിക്കാൻ നല്ല ആലയം പോലും ഇല്ല. ഇടയ്ക്ക് എന്റെ കാലത്ത് വികാസം വന്ന് പ്രസംഗിച്ചതാ, അനുഭവം പറഞ്ഞതാ. 4 തൂണ് മുഴുക്കി 2 ടാപ്പ മേടിച്ച് കേട്ട് മൈക്ക് സിസ്റ്റം ഇതുപോലെ ഒരു സംവിധാനവും ഇല്ല. കൃപയാ നമുക്ക് ഇരുന്ന് കൂടാൻ ഇത്രയും സംവിധാനം നിങ്ങൾ തന്നില്ലേ? എന്നിട്ട് പോലൊരു സ്തോത്രം പറയാൻ എനിക്ക് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇതിന് വേറെ നമ്മുടെ വിശ്വാസത്തിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായി വരുന്ന നമ്മളിവിടെ വന്നത് നുണയബോധ്യം പറയാനല്ല, കലവുണ്ടാക്കാനല്ല. ഈ പട്ടണത്തിനത് ആളിക്കത്തുന്ന പൈശാചിക മണ്ഡലങ്ങളെ കെടുത്തിക്കളയാനാ. ഇന്ന് രാത്രി ഒരുമിച്ച് ഇവിടെ കൂടുമ്പോൾ അഭിഷേകം പ്രാപിച്ചവർ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ തുടക്കം കുറിച്ച ഈ പ്രാർത്ഥനയുടെ ആത്മാവിന്റെ രാത്രി അവരിക്കപ്പെടുകയാണ്.
രാത്രി ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. ബാക്കി നമുക്ക് പിന്നാലെ കഴിയണം. സമയം തമ്മിൽ ഞാൻ സമയത്തെ ഭയപ്പെടുന്നു. വേഗത്തിൽ മുന്നോട്ട് പോകാം. വെളിപ്പാട് പ്രാപിച്ച പത്രോസിന്റെ കയ്യിൽ എന്നാ കൊടുത്തു? താക്കോൽ ദൈവം കൊടുത്തു. വിളിയുള്ളവന്റെ കയ്യിൽ എന്നാ കൊടുക്കും? ദൈവം താക്കോൽ കൊടുക്കും. വെളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയ മനുഷ്യനാണ് ആര്? പത്രോസ്. ദൈവമാണ് എന്നെ വിളിച്ചിറക്കിയെന്ന് പൂർണ്ണ ബോധ്യമുള്ള മനുഷ്യനാണ് ആര്? പത്രോസ്. അങ്ങനെ വിളിച്ചിറക്കിയെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവം നിന്റെ കയ്യിൽ എന്ത് തരത്തോളൂ? താക്കോൽ തരത്തോളൂ. ഇനി ഈ താക്കോൽ എന്തൊക്കെ താക്കോലാണ് നമ്മൾ തിരിച്ചറിയണം അല്ലേ? നമ്മളെല്ലാവരും താക്കോൽ ഉപയോഗിക്കുന്നവരാ. വണ്ടിയുടെ താക്കോല്, വീട്ടിന്റെ താക്കോല്, വീട്ടിലെ കോഴിക്കോടിന്റെ താക്കോല് പോലും നമ്മൾ എന്ത് കളഞ്ഞാൽ അത് നമ്മൾ ഒരിക്കലും കളയത്തില്ല. എല്ലാത്തിനും താക്കോൽ എന്ത് ചെയ്തിട്ടുണ്ട് മാഷേ? എന്തിനാ ഈ താക്കോൽ എന്നറിയാമോ? തുറയ്ക്കാനും അടയ്ക്കാനും ഉള്ളതാണ്. പൂട്ടിനേക്കാൾ പ്രാധാന്യം നമ്മൾ എന്തിനാ കൊടുക്കുന്നേ? താക്കോലിനാ. പൂട്ടിനെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ പൂട്ടുവിനെ അവിടെ കിടക്കത്തോളൂ. പിന്നെ അച്ഛാ കൊണ്ടുവന്ന് എന്തുവാ? പൊന്നുപോലെ കൊണ്ടു. അതില്ലെങ്കിൽ ഇത് തുറക്കാൻ എന്ത് ചെയ്യത്തില്ല. പലരും ഡ്യൂപ്ലിക്കേറ്റ് താക്കോലും കൊണ്ടായിട്ട് നടക്കുന്നേ. ഒറിജിനൽ താക്കോൽ എന്ത് ചെയ്തു മാഷേ? എവിടെയൊക്കെ കൊണ്ട് എന്ത് ചെയ്തു? കളഞ്ഞു. നോട്ടത്തിൽ, ചിന്തയിൽ, കേൾവിയിൽ, സംസാരത്തിൽ, നിരൂപണങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ആയിരക്കണക്കിന് മെസ്സേജിന്റെ തലയിലുണ്ട്. പക്ഷെ അതല്ല ഇന്ന് ഈ നിയോഗമാണ് ദൈവം ഇവിടെ തരുന്നത്. ഈ നിയോഗത്തിന് പരിശുദ്ധാത്മാവ് ഞാൻ കൊണ്ട് എനിക്ക് അറിയത്തില്ല. പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇവിടെ വന്ന പാസ് എന്നോട് സംസാരിക്കണേന്ന്. കർത്താവ് ഇന്ന് എന്നോട് സംസാരിക്കണം. ഇതിനകത്ത് നിങ്ങളോടാ ദൈവാത്മ സംസാരിക്കുന്നത്. അടുത്തിരിക്കുന്ന കുഞ്ഞമ്മയോടല്ല, നിന്നോടായി ഇതിനകത്ത് ദൈവാത്മ ഇടപെടുന്നേ. കൃപയുടെ ദൈവത്തിൽ നിന്ന് താക്കോല് കളയരുത്. അടയ്ക്കാനും തുറക്കാനും കരുത്തുള്ളതാണ് താക്കോല്. ഈ താക്കോൽ ആരുടെ കയ്യിലാണ് കൊടുത്തേ? പത്രോസിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഈ പുള്ളി കൊണ്ട് കളഞ്ഞു. മാഷേ എവിടെ കളഞ്ഞെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുക്കുന്ന നേരം യേശുവിനെ പിടിച്ചു കെട്ടി വലിച്ചഴിച്ച് കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ ഒരുവൾ ചോദിച്ചു, നീ അവന്റെ കൂടെ ഉള്ളവനല്ലയോ? 3 വട്ടം ആ താക്കോല് കൊണ്ട് കളഞ്ഞ് കോഴി കൂവുന്നേരം ആ തിരിച്ചറിയാൻ കഴിഞ്ഞോ? ഞാൻ എന്റെ കയ്യിൽ കിട്ടിയ താക്കോല് കൊണ്ട് കളഞ്ഞു. ദൈവനും പറഞ്ഞില്ല. ദൈവനും വീണ്ടും തേടിച്ചെന്നു. ഇന്ന് രാത്രി ദൂത് നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. നമ്മളെ തള്ളിക്കളയാത്തൊരു ദൈവം. ഇന്ന് രാത്രി ദൈവാത്മാവ് നൽകി തന്ന താക്കോലിലോട്ട് ഞാൻ കടന്നു പോവുകയാ. ഇതൊരു സഭയാ. ഇതൊരു രക്ഷിക്കപ്പെട്ട കൂട്ടായ്മയത്. സഭയുടെ ഒരു കൂട്ടം ദേശത്ത് വ്യക്തികൾ എന്ത് ചെയ്യണം? വിടിവിക്കപ്പെടണം. ഭാവിയുടെ മാനസാന്തരപ്പെടണം. പിന്മാറ്റക്കാർ മടങ്ങി വരണം. ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. ദേവസ്വം പറഞ്ഞതുപോലെ ഒരു സഭയുടെ പേര് വെക്കാതെ, ഒരു സംഘടനയുടെ പേര് വെക്കാതെ, സംഘടനയൊക്കെ എന്ന് വെച്ചല്ല സംഘടനയിൽ കിടക്കുക. മനസ്സിലായില്ല? എല്ലാം പൊളിഞ്ഞ് പാളിസായി പോവുക. ദൈവമില്ലാത്ത കമ്മിറ്റിയും രക്ഷിക്കപ്പെടാത്തവന്റെ കൂട്ടായ്മയും ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല. എനിക്ക് ഒത്തിരി ഈ പേരിനോട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ക്രിസ്തീയ ഐക്യ കൂട്ടായ്മ. എത്ര പേർക്ക് രാത്രി ഐക്യതയുണ്ട്? അതോ പേരിൽ മാത്രമുള്ളൂ? എന്നെ കൊണ്ട് ദൈവാത്മാവ് അങ്ങനെ കൊണ്ടുപോവാ. സ്തോത്രം. കർത്തൃമേശയ്ക്ക് എടുക്കുന്നു ഒരപ്പത്തിന് അവകാശ കാര്യം ശരിയാ. കണ്ടാ എന്ത് ചെയ്യത്തില്ല? മിണ്ടത്തില്ല. അല്ലേ ഭാഷേ? ഒരു പായ്ക്കകത്തായിരുന്നു അന്യഭാഷ പറയുന്നത്. അമ്മാമ ബന്ധക്കോസ് നാളെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ 18 പേര് വേണം. ഇല്ലെങ്കിൽ ആരാച്ച് കുണ്ട്ര വഴി എന്ന് പൂക്കളയും. ഭയങ്കര ആരാധനയാ. പക്ഷെ ആരാധന കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ഒരു സ്തോത്രം പോലെ എന്ത് ചെയ്യത്തില്ല? നിന്നെ കൊല്ലും ഞാനും ചാവും എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. മനസ്സിലാവുന്നത്? അങ്ങനല്ല. ഇന്ന് രാത്രി നമ്മൾ അസൂയയില്ലാത്തവരാ. നമ്മൾ ഐക്യതയോടെ നിൽക്കുന്നവരാ. മനുപ്പാസിന് തൃക്കണ്ണമംഗലം സഭ, പക്ഷെ അത് അവിടെ വളർന്നുള്ളൂ. അതല്ല വിഷയം. അവൻ അതുകൊണ്ട് യാതൊരു ബന്ധമില്ല. പക്ഷെ ഇവിടെ ഐക്യതയോടെ നിന്നാൽ, ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ലക്ഷ്യം അടഞ്ഞു കിടക്കുന്ന സ്നാനക്കുളം തുറന്നു വരണം. ഒരു മദ്യപാനികളെ രക്ഷിക്കപ്പെടണം. ദേശം പട്ടണം വിടിവിക്കപ്പെടണം. സംഘടന അല്ല വളരേണ്ടത്, രക്ഷിക്കപ്പെട്ട കൂട്ടം വളരണം. അയ്യോ, നല്ലൊരു ആമേൻ പറയുന്ന രാത്രി. ദൈവം തന്ന സമയമാ, ദൈവം തന്ന അവസരമാ. നല്ലൊരു നന്ദി ദൈവത്തിന് കൊടുത്തുകൊള്ളണം. സഭ ദൈവമായി ഇത് നട്ടണമെങ്കിൽ ദൈവം വളർത്തും. ദൈവമായി ഇത് പണിതെങ്കിൽ ഈ പട്ടണത്തിലെ ഒരു പാതാള ഗോപുരം ഇനി ഇതിന്മേൽ ക്ഷയിക്കത്തില്ല. പക്ഷെ ദൈവാത്മാവ് ഇങ്ങനെ പറയുക, ഈ പ്രവർത്തനത്തിന് ഇവിടെ സ്റ്റാർട്ട് കുറിച്ചപ്പോൾ തന്നെ ഇതിനെ പരാജയപ്പെടുത്താൻ നോക്കിയ പൈശാച കരങ്ങള് കയ്യോടെ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് അങ്ങനെ പരാജയപ്പെടുത്താൻ പറയുകയാണെന്ന് ആത്മാവിൽ കൈമാറിയാൽ ദൈവത്തിൽ ഇന്ന് രാത്രി അധരങ്ങളെ ആരാധിക്കാൻ മനസ്സുള്ള ദൈവങ്ങൾ ഇന്ന് രാത്രി ആത്മകരമെന്ന് ആരാധിച്ച് നിങ്ങളെ കൊണ്ട് ആരാധിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. എന്നാൽ ഇന്ന് രാത്രി കേട്ട വചനത്തോടെ രാത്രി പ്രതികരിക്കണം. നമ്മളെ ഓരോരുത്തരുടെ കയ്യിൽ ദൈവം എന്തോ ഏൽപ്പിച്ചിട്ടുണ്ട് വെച്ചാൽ ഒരു താക്കോല് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അടയ്ക്കാനും തുറക്കാനും.
പക്ഷെ എനിക്ക് 85 വയസ്സുകൊണ്ട് ഞാൻ എന്നാ ചെയ്യാനാ? ദൈവത്തിന് വിഷയമുള്ള കാര്യമല്ല. അബ്രഹാമിന് വേണ്ടി 100ാമത്തെ വയസ്സിൽ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിലും നിന്റെ ശരീരത്തിന് നിർവീര്യത്വം ഗ്രഹിക്കുന്ന ദൈവം, നിന്റെ ശരീരം ഞാടി ഞരമ്പുകളെ തിരിച്ചറിയുന്ന ദൈവമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളൊക്കെ ഞാൻ ആത്മാവിൽ കൈമാറാ. നിന്റെ പ്രായം കഴിഞ്ഞിട്ടില്ല, നിന്റെ ആയുസ് കഴിഞ്ഞിട്ടില്ല, നിനക്ക് പ്രവർത്തിക്കാൻ കരുത്തുള്ള ഒരു ദൈവം. സഭ ചേർന്ന് ദൈവത്തെ ആരാധിച്ച് നടത്തം കൊടുക്കുക. ഈ ദേശത്തിലെ പാതാള ഗോപുരങ്ങളെ നമ്മൾ ഒന്നിച്ച് തകർക്കാൻ പോകുക. ഈ പട്ടണത്തിൽ ഇതിന്റെ ചുറ്റും ഈ ഭവനത്തിന്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപരിക്കുന്ന ചില പോക്കുവരത്തിന് ആധിപത്യമുണ്ട്. ഇതിനകത്ത് ഈ വചനം വെച്ച് പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. ഉറപ്പുള്ള ദൈവക്കളെ ഇന്ന് രാത്രി സമിതിയോട് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുക. ഇന്ന് രാത്രി അങ്ങനെ താക്കോലിന്റെ പ്രവർത്തിച്ച് ചലിക്കട്ടെ. അടയ്ക്കാനും തുറക്കാനും ഒരു താക്കോൽ ഇന്ന് രാത്രി ദൈവാത്മാവിന്റെ കൈമാറുകയാ. ഈ പട്ടണത്തിന്റെ താക്കോൽ ഇന്ന് രാത്രി ഇരിക്കുന്ന ചിലരോട് കൈമാറുകയാ. നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവിന് കൈമാറുകയാണ്. ഇന്ന് രാത്രി പൊട്ടിച്ചു മാറ്റുകയാ. സമാസ പ്രാർത്ഥന മീറ്റിംഗിന്റെ ഈ ഭാരത നിമിഷത്തിൽ ജയിക്കാൻ കഴിയാതെ ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് മെസ്സേജ് അവസാനിപ്പിക്കും. എനിക്ക് മെസ്സേജ് 2-3 മണിക്കൂർ പ്രസംഗിക്കാനുള്ളതാണ്. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് പൂർണ്ണ പറഞ്ഞ് കമ്പിവാചകം പോലെ പറഞ്ഞ് അവസാനിപ്പിക്കുക. താക്കോല് തുറക്കാനും അടയ്ക്കാനുള്ളതാണ്. നമ്മുടെ കയ്യിലെല്ലാം ദൈവം താക്കോൽ തന്നിട്ടുണ്ട്. ഇന്ന് കേട്ട തോന്നി ഇതിന്റെ താക്കോൽ, ഈ ദേശത്തിന്റെ താക്കോൽ അഭിഷക്തന്റെ കൈ ദൈവം കൊടുത്തിരിക്കുകയാണ്. താക്കോൽ മേടിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കരമുയർത്തി കാണട്ടെ. ഈ കരമുയർത്തിയോടുള്ള ദൂതായി കൈമാറണേ. അടയ്ക്കാനും തുറക്കാനും, മതി എന്ന് പറയാനും തുടങ്ങട്ടെ എന്ന് പറയാനും ദൈവം രാത്രി അങ്ങനെ താക്കോൽ കൈമാറുകയാണ്. അങ്ങനെ താക്കോൽ കൈമാറിയ അനേകരുണ്ട്. അതിൽ 1-2 കാര്യങ്ങൾ വാക്യം വായിക്കാൻ, ഒത്തുവാക്യങ്ങൾ വായിക്കാൻ സമയം ഒട്ടുമില്ല. ഞാൻ അവർ സ്റ്റോപ്പ് ചെയ്യുന്നു. കുറുവാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ കമ്പിവാചകം പോലെ ഞാൻ പറഞ്ഞു വിടാം. നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഇരിക്കണം. ദൈവത്തിൽ നിന്നൊരു താക്കോൽ കൈപ്പറ്റിയ മനുഷ്യനാണ് യോസേഫ്. നമുക്കറിയാം അല്ലേ പാസ്റ്റേ? എന്തോ താക്കോലാ പാസ്റ്റേ? ദർശനത്തിന് ഒരു താക്കോൽ. നല്ല രാമൻ പറയാമോ? എന്തോ അതിന് താക്കോല അച്ഛാ? സ്വർണ്ണക്കടയുടെ താക്കോലല്ല അല്ലേ അച്ഛാ? ഞാൻ 6 മാസം അമേരിക്കയിൽ പോവാ. ഈ താക്കോൽ നിങ്ങൾ വെച്ചാലേ ആ താക്കോലൊന്നും അല്ല ദൈവം തന്നേക്കുന്നേ. ദൈവം തന്നേക്കുന്ന ഒരു താക്കോലുള്ള ദർശനത്തിന്റെ താക്കോല. ഈ മീറ്റിംഗ് തുടങ്ങിയത് പണത്തിന് പിൻബലം കൊണ്ടല്ല, തന്റെ പേര് പ്രസിദ്ധമാകാനല്ല. നേരത്തെ പറഞ്ഞല്ലോ, പണത്തിന് വേണ്ടിയല്ല. പണത്തിന് വേണ്ടി ഓടുന്ന ഒത്തിരി പേരുണ്ട്. അവരൊന്നും ഇന്ന് ഫീൽഡിൽ ഇല്ലെന്നുള്ള സത്യം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്താൽ നമ്മൾ ഓടുന്നത് ആണോ? മനുപ്പാസ് പണത്തിന് വേണ്ടി ഓടുന്നവനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പല അഭിപ്രായങ്ങളും, പല കുശുമ്പും കുന്നായ്മയും അപവാദം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എന്റെ ചില അനുഭവങ്ങളൊക്കെ ജോസച്ചാൻ അറിയാം. ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം നിർത്തിയത് വിളിച്ചധികമാണ്. കുഞ്ഞ ഫലമുണ്ടോ ഏറെ അവിടെ നിന്നും വരും. ഞാൻ സമയം ഒത്തിരി ദൂരേക്ക് കയറി വരുന്നു. ഞാൻ പെട്ടെന്ന് നിർത്താം. ദർശനമുള്ള യോസേപ്പിന് പ്രതികൂലം പുറത്തുനിന്നല്ലായിരുന്നു, അകത്തു നിന്ന. എന്നോട് ദൈവാത്മാവ് നിരാത്രി പറയാൻ കൈമാറാമെന്ന് ദൂത് ഞാൻ പറയാം. ദർശനമുള്ള അങ്ങക്ക് പ്രാർത്ഥനയോടെ തുടങ്ങി മീറ്റിങ്ങിലുള്ള ബന്ധം ഞാൻ കൈമാറാം. പ്രതികൂലം പുറത്തുനിന്ന് മാത്രമായിരിക്കത്തില്ല വരുത്തുന്നത്, അകത്തുനിന്ന് എഴുന്നേൽക്കും. പക്ഷെ പിശാചിന്റെ കയ്യിലെ അവസാനത്തെ ആയുധമാ പുറത്തുനിന്ന്. പുറത്തുനിന്ന് ആളെ കിട്ടില്ലെങ്കിൽ അകത്തുനിന്ന് അവൻ എന്ത് ചെയ്യും? ആളെ തന്നെ എടുക്കും. ഒത്തിരി ദൂത് പറയാനുണ്ട്. വീട്ടിനകത്ത് പ്രതികൂലം അനുഭവിക്കുന്ന അനുഭവമില്ലേ? എന്റെ മോൻ കെട്ടിക്കൊണ്ട് വന്ന ഭാഷ 4 എനിക്കെതിരെ കൈവക്കാൻ തുടങ്ങിയതാ. വീട്ടിൽ സമാധാനമില്ല ഭാഷ.
അയൽക്കാർ ഒരു കുഴപ്പമില്ല, നാട്ടുകാർ ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. എന്റെ വീട്ടിൽ എന്താ പ്രശ്നം? വീട്ടിനകത്തുള്ളവർ എഴുന്നേറ്റപ്പോഴാ. രണ്ട് വചന വെളിപ്പാട് ഞാൻ പെട്ടെന്ന് ഭാഗം കൈമാറാം. രണ്ട് വചന വെളിപ്പാട് പറയാ. അവൻ ഒന്ന്, പിശാച് അവസാന ആയുധമായിട്ട് അകത്തു നിന്ന് ശത്രുവിനെ എഴുന്നേൽപ്പിച്ച ഒരു ചിന്തയുണ്ട്. എന്താണെന്നറിയാമോ? അവൻ തന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, തന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, തന്റെ 10 തലമുറ മണ്ണിൽ നിന്ന് പിന്നിലേക്ക് പറന്നുയർന്നപ്പോ പിശാചിന് പുറമെ നിന്നൊന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അവൻ അകത്തു കയറി. ഇയ്യോബിന്റെ സ്വന്തം ഭാര്യ പറയുകയാ, നീ ജീവിച്ചിരിക്കേണ്ടപ്പോൾ നിനക്ക് ചത്തുകൂടെ എന്ന് ചോദിച്ചത് പ്രതികൂലം പുറത്തു നിന്നല്ല, അകത്തു നിന്ന്. ഇന്ന് രാത്രി ആത്മാവിന് ദൂത് കൈമാറാ. സ്വന്തം മക്കൾ നിനക്ക് അനുകൂലമല്ലെങ്കിൽ നിനക്ക് പിടിച്ചു നിൽക്കാമായിരിക്കുക, സമ്പത്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാമായിരിക്കുക, നിന്റെ ആരോഗ്യം മോശമാണെങ്കിൽ പിടിച്ചു നിൽക്കാമായിരിക്കുക. അച്ഛൻ ഞാനുണ്ട് കൂടെ, ധൈര്യമായിരിക്കുക. നീ എന്റെ വാക്കുകൊണ്ട് ഞാൻ അന്ത്യം വരെ കാണുമെന്ന് വേണ്ടപ്പെട്ടവർ പറയേണ്ടവർ നിനക്ക് ശത്രുവായി മാറിയാൽ അതാണ് അവസാനത്തെ ആയുധം. എന്റെ സ്വന്തം അനുഭവത്തിൽ ഇതെല്ലാം കൈമാറുന്നേ. അനുഭവം ഒരു കോളേജിലും പഠിച്ചിട്ടില്ല, ഒരു കോളേജിലും മുട്ടുമേൽ കോളേജിലല്ലാതെ സ്വന്തം അനുഭവം 28 വയസ്സിനുള്ളിൽ ഉണ്ടെന്നല്ലാതെ ഒന്നും പറയാനില്ല. 28 കൊല്ലം കൃപയാദൈവം നടത്തി. കുടുംബത്തിനകത്തുള്ള പ്രതികൂലം പിശാചിന്റെ അവസാനത്തെ ആയുധമാണ് നിരാശ. കുടുംബത്തിനകത്ത് ഇന്ന് രാത്രിയിൽ കുടുംബത്തിനകത്ത് പ്രതികൂലം അനുഭവിക്കുന്ന ചിലത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിനകത്ത് മാറുപടി കർത്താവിനകത്ത് കുടുംബത്തിനകത്ത് പ്രതികൂലമായി നിൽക്കുന്നത് നിനക്ക് ഇന്ന് രാത്രി അനുകൂലമായി ആത്മാവ്യാപി സ്വീകരിക്കാം. പക്ഷെ 3.5 വർഷങ്ങൾ തട്ടിമുടിപ്പിൽ നടന്ന ഒരു മനുഷ്യൻ, യേശുവിന്റെ അല്പം അടയാളം കണ്ടവൻ, യേശു ആരാണ് നല്ലൊരു വ്യക്തിത്വമുള്ള മനുഷ്യൻ. വെറും 30 വെള്ളിക്കാശിനാച്ചാ, വെറും 30 വെള്ളിക്കാശിന് യേശുവിന്റെ ഒടുവിൽ കൂട്ടത്തിനകത്തുള്ളവൻ അവറ്റിയെ ദൂത് പിടിച്ചോണം കേട്ടോ. ദൈവം കൈമാറുക. ഈ ദൂത് സ്ഥാനം നാളെ വെളിപ്പെടണമെന്നില്ല. ഒറ്റിക്കൊടുക്കാനും ചതിക്കാനും ഈ വേല പൊടിക്കാനും പാല വയ്ക്കാനും നുണ പറയാൻ അപവാദം പറയാ. പല യൂതന്മാർ ഇതിനകത്തും എഴുന്നേൽക്കും. സഭയ്ക്കകത്ത് വേണ്ടപ്പെട്ടവർ എഴുന്നേൽക്കുമെന്ന് അവിടെ പതറിപ്പകരുത്. കൊടുന്നൊരു ദൈവമുണ്ട്, പരസ്യമാക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഞാനൊരു വെളിപ്പാട് പറയാ. പ്രാർത്ഥിക്കുന്നവനെ വിരൽ ചൂണ്ടിയാൽ, പ്രാർത്ഥിക്കുന്നവനെ ഒറ്റിക്കൊടുത്താൽ, പ്രാർത്ഥിക്കുന്ന അപവാദം പറഞ്ഞാൽ ചോദിക്കുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട ദൈവങ്ങൾ, അഭിഷേകം പ്രാപിച്ച ദൈവത്തിൽ ഇന്ന് രാത്രി ശകതിയോടെ യേശു ഒറ്റിക്കൊട്ടു എന്തോ നേട്ടം കിട്ടി, തന്റെ പ്രാണൻ എന്ത് ചെയ്താ നഷ്ടപ്പെട്ടു. പരസ്യകോലമായി. യോസേഫിനെ പുറത്തു നല്ല പോരാട്ട അകത്ത് ദർശനമുള്ളവൻ അമ്മച്ചി പുറത്തു നല്ല വെല്ലുവിളി അകത്ത് നിന്ന്. എന്നാൽ ഞാൻ ദൂത് പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കുക. ദൈവം നിന്നെ വിളിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, നിന്റെ മുന്നിൽ പൊട്ടക്കുടിയാണെങ്കിൽ, നിന്റെ മുമ്പിൽ നിന്നയുടെ അനുഭവമാണെങ്കിൽ, നിന്റെ മുമ്പിൽ പരിഹാസത്തിന്റെ വ്യവസ്ഥയാണെങ്കിൽ, നിന്നെ എത്തിക്കണ്ടെടുത്ത് എത്തിക്കാൻ കരുത്തുള്ള ഒരുവനുണ്ട്. കരങ്ങളെ അടിച്ചു പ്രാർത്ഥിച്ചു. എന്തിനാ ഭാഷ ഈ പ്രതികൂലം? എന്തിനാ ഭാഷ എനിക്ക് മാത്രം ഈ പ്രതിസന്ധി? പറന്നു പോകുന്ന കാക്കുകയും നല്ലത് തെരഞ്ഞിട്ടില്ലല്ലോ ഭാഷ. ആരെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ലല്ലോ, ആരെ ഞാൻ കരയിപ്പിച്ചിട്ടില്ലല്ലോ. എനിക്ക് മാത്രം എന്നാ ഇങ്ങനെ? പ്രസംഗത്തിലുപരി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ. ദിവസം ചാനൽ നല്ലവണ്ണം അറിയാം. ഓരോ ദിവസം 2, 3, 4 മീറ്റിംഗ് അങ്ങനെ ഓടുന്നു. ഒരു വേദി നടത്ത സ്ഥലത്തിലേക്ക് അവിടെ ചെല്ലുമ്പോഴെല്ലാം കാണുന്ന ഒരു കാഴ്ച ഉണ്ടെച്ചാ, പാസ്റ്റർ വേറെ ആരും എന്റെ കുടുംബത്തിലുള്ളവരായിരിക്കും ശത്രു. കേട്ട് തല പുകഞ്ഞിരിക്കുക. ശരി, ഞാൻ ദൂത് കൈമാറാം. ആരൊക്കെ നിനക്ക് പ്രതികൂലമാണെങ്കിലും, ആരൊക്കെ നിനക്ക് അടിയും കൂടെ പാല വെച്ചാലും, ആരൊക്കെ നിനക്ക് വിധവ കുടി ഒഴിക്കിയാലും, ആരൊക്കെ നിന്ദിക്കപ്പെട്ട് നിന്നെ അടിമച്ചണ്ടൽ കൊണ്ട് നിർത്തിയാലും, നിന്നെ എവിടെ ആരൊക്കെ എന്തൊക്കെ അപവാദം പറഞ്ഞിരിക്കുകയാണ്, തെളിവെന്റെ കയ്യിൽ ഉണ്ടച്ച എന്ന് പറഞ്ഞ ആരൊക്കെ എന്നാ നിന്നെ കുറിച്ച് പറഞ്ഞാല് വിളിച്ചുറയ്ക്കാൻ ദൈവമെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 10-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോസ്തലപ്രവൃത്തി 7:10 വൈദ്യനായ ലൂക്കോസ് എഴുതി വച്ചിരിക്കുന്ന ഭാഗമാണ്. എന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. സകല കൃപയും ഞാനും ദൈവന് കൊടുത്തു, സകല ഗൃഹത്തിന് അധിപതിയാക്കി വച്ചു. ആരാച്ച? അധികാരമുള്ളവനെ. എന്തധികാരം? ദർശനത്തിന് താക്കോലുള്ളവനെ. ദർശനത്തിന് താക്കോൽ നിന്റെ കൈവശമുണ്ടെങ്കിൽ, ആരൊക്കെ നിന്നെ എന്തൊക്കെ പൂട്ടാൻ ശ്രമിച്ചാല്, ആ വിചാരം കൊണ്ട് മന്ദമാനം കൊണ്ട് അച്ഛന് കുത്തിയിരുന്ന് വേറെ നാളും പറഞ്ഞ ആരൊക്കെ നിനക്ക് വിരോധമായി
യാക്കോബിനെ എടുക്കുമെന്ന് അപ്പൻ എടുക്കുമെന്നിട്ട് സഹോദരങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ അവനെ ദർശനം പ്രാപിച്ച നിങ്ങളുടെ പുത്രനുണ്ടല്ലോ, അവൻ താ മരിച്ചു മൺമറഞ്ഞു. തെളിവ് എന്റെ കയ്യിലുണ്ടെന്നേ. പലരും പല കള്ള തെളിവായിട്ട് നടന്നു നോക്കും. നീ ഭാരപ്പെടണ്ട. ഫേസ്ബുക്കിലും യൂട്യൂബിലും മെസ്സഞ്ചറിലും അവിടെ ഇവിടെയൊക്കെ കുറെ തെളിവ് കൊണ്ട് പല പുള്ളികളും നടക്കട്ടെ. ന്യായം നിന്റെ ഭാഗത്തുണ്ടെങ്കിൽ, നീതി നിന്റെ ഭാഗത്തുണ്ടെങ്കിൽ പറഞ്ഞവനെ കൊണ്ട് തിരുത്തി പറയിപ്പിക്കുന്ന ഒരു നിയമമുണ്ട്. യോസേഫ് മരിച്ചെന്നാ പറഞ്ഞ കാലങ്ങൾ പിന്നിട്ടപ്പോൾ പറഞ്ഞവനെ കൊണ്ട് സ്വർഗം തിരുത്തി പറയിപ്പിച്ചു. അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോടെ ഇരിപ്പുണ്ട്. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നതിന് ഏക കാരണം എന്റെ നിന്റെ മേൽ ദർശനമുള്ളത് കൊണ്ടാണ്. അച്ഛൻ മന്ത്രവാദിക്ക് മന്ത്രവാദത്തിന് വലിയ കരുത്തില്ലാഞ്ഞിട്ടല്ല, ആഭിചാരകന് കരുത്തില്ലാഞ്ഞിട്ടല്ല, മന്ത്രവാദിക്ക് മന്ത്രവാദം ചെയ്യാൻ അറിയാവായിട്ടല്ല. എന്നെ നിന്നെ തൊട്ടുപോകല്ലെന്ന് കൽപ്പിച്ചൊരു ഉടയവനുണ്ടോ, അത് ദർശനമുണ്ടാകാനോ. എനിക്ക് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ പ്രസംഗിക്കൊണ്ട് നിൽക്കുമ്പോ ദൈവങ്ങൾ ഇടപെടുക. ആഭിചാരം ഇസ്രായേൽ വലിക്കത്തില്ല, ആഭിചാരം പ്രാർത്ഥിക്കുന്നതിന് വലിക്കത്തില്ലെന്ന്. നിനക്ക് ഇനി എന്നെ അസ്വസ്ഥത വന്നാല്, നിനക്ക് എന്നെ പ്രതികൂലം വന്നാല്, ഇന്ന് രാത്രി ഈ ദേശത്തെ നോക്കി ഞാൻ മാവിൽ കൈമാറാ. ആഭിചാരം ഈ സഭയ്ക്കകത്തിന് ഭരിക്കില്ല. അയ്യോ, ശക്തിയോടെ ആരാധിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിലും രാത്രി ആരാധിക്കുക. സഭയോടെ ദൂര ആഭിചാരം ഇതിനകത്തിന് ഭരിക്കില്ല. ശബരിയുടെ പട്ടണത്തിൽ മന്ത്രവാദം ചെയ്യുന്നവരെ കൈമാറുകയാ. ഇതിനകത്ത് ആഭിചാരം ചെയ്യുന്ന മന്ത്രവാദികളെ ചിലരെ പിടിക്കാൻ പോവാ ദൈവം. ആത്മാവിരാത്രി സഭയോടെ ഇടപെടുക. ദൂതത്തിന് മനസ്സിലായി വരുന്നുണ്ടോ? ലക്ഷണം നോക്കുന്ന, കൈനോട്ടം നോക്കുന്ന, ലക്ഷണവിദ്യ നോക്കുന്ന ആഭിചാരത്തിന് ചിലർ ഓടുന്നവരുണ്ട്. ഫിലിപ്പോസിന്റെ വചനം കേട്ടപ്പോൾ മന്ത്രവാദി എടുക്ക പോയവൻ ഫിലിപ്പോസിന്റെ അടുക്ക വന്നെങ്കിൽ ഇന്ന് രാത്രി ചിലതൊക്കെ ഇതിനകത്ത് ഓടി കയറാൻ പറയാ. ഞാനിത് സഭയെ പണിയിൽ പാതാള ഗോപുരങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നെ ദൈവാത്മാവ് അങ്ങ് നീവാൻ തരിക. സഭ ദൈവം പണിതിട്ടുണ്ടെങ്കിൽ, താക്കോൽ നിന്റെ കൈവശം ഉണ്ടെങ്കിൽ മറക്കണ്ട, ദൈവം നിന്നെ പണിതിരിക്കും. യോസേഫിനെ കെട്ടുകെട്ടിക്കാൻ പലരും നോക്കി. അവരുടെ മുമ്പിൽ തന്നെ ദൈവം താക്കോൽ കൊടുത്തെങ്കിൽ ഉയർത്തി. ദൈവം നിന്നെ മാനിക്കാൻ പോവുക. പക്ഷെ ദൈവം മാനിക്കാൻ പോവുക. ആത്മാവ് ശക്തമായ ആലോചന ഇടപെടുന്നു. യോസേഫിനെ മാനിച്ചതുപോലെ ദൈവം മാനിക്കുമെന്ന് ഇന്ന് രാത്രി ആത്മാവിനെ എനിക്ക് കൈമാറുകയാണ്. രണ്ട്, ഒത്തിരി പറയാനുണ്ട്. സ്വർഗരാജ്യത്തിന്റെ താക്കോലും പാതാളത്തിന്റെ താക്കോലും കൈവശമുള്ളവനെയാണ് നമ്മൾ സേവിക്കുന്നത്. മനസ്സിലായ ആരെയാണ് നമ്മൾ സേവിക്കുന്നത്? പാതാളത്തിന്റെയും സ്വർഗത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ. അവൻ പറഞ്ഞാൽ ആർ അടയ്ക്കും, അവൻ പറഞ്ഞാൽ ആർ തുറക്കാൻ കഴിയും. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ദേശത്ത് അത്ഭുത അടയാളം കാണേണ്ടതിനുള്ള താക്കോലിന് ഇന്ന് രാത്രി ദൈവം നിന്റെ കരുതി തരികയാ. താക്കോലുള്ളവനെ താക്കോൽ തരാൻ പറ്റും, ഇല്ലാത്തവനെ തരാൻ പറ്റുമോ വെച്ചാ? ഇല്ല, ഉള്ളവനെ തരാൻ പറ്റും. അങ്ങനെങ്കിൽ സ്വർഗരാജ്യത്തിന്റെയും പാതാളത്തിൽ, പക്ഷേ പാതാളത്തിൽ ഒരു താക്കോൽ ദൈവം തരാൻ പോവുക. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? എന്തിനാ ഈ പാതാളത്തിൽ താക്കോൽ കൊടുക്കുന്നത്? ഇവിടെ അമേരിക്കക്കാരും കറിയാച്ചന്റെ ഉണ്ടോന്ന് അറിയത്തില്ലെങ്കിൽ അങ്ങ് വെളിപ്പാടി പറയുക. കറിയാച്ചന്റെ താക്കോൽ വെച്ചാൽ ഞാൻ അമേരിക്കയിൽ പോകും 6 മാസത്തേക്ക്, ഈ താക്കോൽ ഇരിക്കട്ടെ. അവന്റെ താക്കോലല്ല വേണ്ടത്. ഇന്ന് പല താക്കോലുള്ളവരും കൂട്ടി കാട് കയറി കിടക്കുക. എങ്കിൽ ഈ വീട് തുറന്നു കൊടുത്തതിനെ ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വീട് പോലെയായിരുന്നു, കഞ്ഞിക്ക് വകയില്ലാത്ത കുടുംബമായിരുന്നു. ദൈവത്തെ ആരാധന തുറന്നു കൊടുത്തു. ഇന്ന് ഉയർച്ചയുടെ മേലെ ഉയർച്ച അല്ലാതെ വേറൊന്നും സംഭവിച്ചിട്ടില്ല. ദൈവം മാനുഷ്യതയുള്ളത് തുറന്നെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ താക്കോൽ കൊടുത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമേരിക്കൻ ലണ്ടന്റെ താക്കോലല്ല, പാതാളത്തിന്റെ താക്കോല ദൈവത്തിനാ പോകുന്നത്. എന്തിനാണെന്നറിയാൻ വെച്ചാൽ മദ്യപാനം കൊണ്ടും വഴക്കും പ്രശ്നം തെറിവിളിയും പാപത്തിൽ ജീവിക്കുന്ന സ്നാനപ്പെടാത്ത ഒരു കൂട്ടം ആത്മാക്കളുണ്ട്. അവരെ പാതാളത്തിലേക്ക് വിടുന്നതിന് പകരം അതിനെ അടച്ച് ബ്രേക്ക് ചെയ്തിട്ട്, അതിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്വർഗരാജ്യത്തിലേക്ക് കയറ്റിവിടാനുള്ള ഒരു അധികാരത്തിന്റെ താക്കോലിലേക്ക് മൂന്ന്, അധികാരത്തിന്റെ താക്കോൽ മറക്കരുത്. അധികാരത്തിന്റെ താക്കോൽ. പാസ്റ്റർമാരെ, പ്രിയ ജോസച്ചാനോട് നിന്ന് പ്രവർത്തിക്കുന്നവരൊക്കെ ഞാൻ പറയാം കേട്ടോ, നിങ്ങൾ ഒരിക്കലും ദൈവം കൈവിടത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ മാനിച്ചിരിക്കും. മൈക്കുമായിട്ട് വേദി നിന്നവരെയൊക്കെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോട് തോളോട് ചേർന്ന് സിമെന്റ് എടുത്തു കൊടുക്കാനും കട്ട എടുത്തു കൊടുക്കാനും, മനസ്സിലായി വരുന്നുണ്ടോ, വണ്ടി ഓടിക്കാനും താക്കോൽ എടുത്തു കൊടുക്കാനും പായിടാനും കസാരയിടാനും
അദ്ദേഹം ഓടി വരുന്നതിന് ഓടി വരാനും ഇതിനെ പറ്റി ചുക്കാൻ പിടിക്കുന്നവരില്ലേ, ഈ മതിൽ പണി പൂർത്തീകരിക്കാതിരിക്കത്തില്ല. ഇതിനെ പറ്റി പ്രവർത്തിച്ച നിങ്ങളെ ആളുകൾ ദൈവം നിങ്ങളെ അറിയും, ദൈവം നിങ്ങളെ മാനിക്കും. ഒത്തിരി ഡ്രസ്സ് കഴുകി കൊടുത്തിട്ടുണ്ട്, ഒത്തിരി ബാഗ് തൂക്കിക്കൊണ്ട് പോയിട്ടുണ്ട്, ചെരുപ്പെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്, വണ്ടി കഴുകി കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ഉന്നതങ്ങൾ ഉയർത്താനാണ് അറിഞ്ഞില്ല. ഇന്ന് ദൈവം നടത്തിയ വഴികൾ ഓർത്താൽ നിങ്ങളെ ഉയർത്താതിരിക്കത്തില്ല. ദൈവത്തിന് ദൈവം നിങ്ങളെ മാനിക്കാതിരിക്കത്തില്ല. ഉയർത്തുന്ന ദൈവമുണ്ട്. എവിടെ നിന്ദിക്കപ്പെട്ട അവിടെ തന്നെ ഉയർത്തുന്ന ദൈവം. ദൈവം ഒരു താക്കോൽ, ഏതാ? അധികാരത്തിന്റെ താക്കോൽ. അധികാരത്തിന്റെ ഭൂതങ്ങൾ കീഴടങ്ങുന്നില്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് സന്തോഷിക്കണം. എങ്കിലും കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും. വാക്യം മറക്കണ്ട. ലൂക്കോസ് 10:17 ഞാൻ വായിച്ച് പ്രസ്താവിച്ചത്. അവയെ ആരുടെ താക്കോല തരുന്നറിയാമോ? അധികാരത്തിന്റെ താക്കോൽ. അങ്ങനെ അധികാരത്തിന്റെ താക്കോൽ മേടിച്ച ഒരുവനുണ്ട്. ആരാന്നറിയാമോ? ഏലിയാവ്. ആകാശം തുറപ്പാനും അടപ്പാനും. 6 മാസത്തേക്ക് ദേശത്ത് മഴ പെയ്യാതിരിക്കാൻ ആകാശത്തെ പിടിച്ച് കെട്ടാൻ അധികാരം പ്രാപിച്ചവൻ. ആ ഏലിയാവ് ആഹാവിന്റെ അടുക്കൽ ചെന്ന് നെഞ്ചും വിരിച്ചതിൽ ഒറ്റ വാക്ക പറയുന്ന ആഹാവെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ ഇന്ന് രാത്രി നാവിനകത്തിന് അധികാരം വരും. ഈ സഭ പറഞ്ഞിട്ടല്ലാതെ ഒരു അപകടം ഉണ്ടാകത്തില്ല. ഈ സഭ പറഞ്ഞിട്ട് ഒരു ആക്സിഡന്റ് ദേശത്ത് ഉണ്ടാകത്തില്ല. ഈ സഭ പറയാതെ ആത്മഹത്യ ഈ മണ്ണിൽ ഉണ്ടാകത്തില്ല. അയ്യോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ദൂത് കൈമാറുന്നത്. നല്ല രാമൻ പറഞ്ഞ രാത്രിയിൽ ദൈവാത്മാവ് അങ്ങനെ ആലോചന അറിയിക്കരുത്. തകർന്നവനാ, ഉടഞ്ഞവനാ, ശത്രുവിനെ നശിപ്പിച്ച് കളയാൻ നോക്കിയതാ. രാത്രി കസേര കൊണ്ടിരിച്ചെങ്കിൽ ദൈവത്തെ അറിഞ്ഞുകൊള്ളണം, സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടണം. ഇന്നത്തെ ഈ മീറ്റിംഗിൽ തുടക്കം വെച്ചാൻ വേണ്ടിയുള്ളതാ. ഇന്ന് രാത്രി വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിനെ ഉയർത്താൻ പറയാ. ഒരു മന്ത്രവാദിയുടെ മകനായിരുന്നു ഞാൻ, സൂചകരുടെ മകനായി മാറി. മരിച്ചു ബോഡി മാറ്റി കിടത്തിയതാ. ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് ആത്മാക്കളെ നേടാൻ വേണ്ടിയാ. എന്റെ സാക്ഷിയൊക്കെ വലിച്ചിട്ട് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ വേണം. ഒത്തിരി കൊണ്ട് പറയാൻ. ഒത്തിരി. എന്റെ പിതാവ് എന്നൊരു പാർശ്വൻ അറിയപ്പെട്ട 1-ാം തരം മന്ത്രവാദിയായിരുന്നു. 2000 കൃപയാൽ ദൈവത്തെ അറിഞ്ഞു. കാല് ചക്ക പൊളിച്ചു വെച്ചത് പോലെ പൊളിച്ചു വെച്ചതാ. കിട്ടത്തില്ലെന്ന് വിധി എഴുതി. തലയിൽ പഴുപ്പ് മരിക്കുമെന്ന് വിധി എഴുതി. ചുരുക്കമായിട്ട് പറയാം, മണിക്കൂറിൽ പറയേണ്ടതാ. കൃപയ 2000 യേശുവിനെ അപ്പൻ അറിഞ്ഞു. മന്ത്രവാദിയായിരുന്ന പിതാവ് ശുശ്രൂഷകനായി മാറി. ഒറ്റ തീരുമാനം, അപ്പാ ഇനിയുള്ള നാളുകൾ അങ്ങനെ വേല ഞാൻ ചെയ്തു കൊള്ളാം. കൊട്ടാരക്കരയിൽ 14 ജില്ലയിൽ ചെന്ന് കിടന്നുറങ്ങിയതിന് കണക്കൊന്നുമില്ല. കടവരാന്തകളിൽ, ആശുപത്രി തിണ്ണയിലൊക്കെ കിടന്നുറങ്ങി. എന്റെ കുടുംബത്തെ എന്റെ ദൈവനെ ഉയർത്തി. 2002 പിതാവ് തീരുമാനമെടുത്ത് എന്റെ കാല് മുറിക്കാതെ സൗഖ്യമാക്കിയാൽ കർത്താവിന് വേല ചെയ്തു കൊള്ളാം. അത്ഭുത സൗഖ്യമാ. മന്ത്രവാദം ചെയ്യാൻ കഴിയാത്തത്, അപ്പൻ സേവിച്ച ദൈവങ്ങൾ കഴിയാത്തത് ഒറ്റ പ്രാർത്ഥനയിൽ ആശുപത്രി മുറി ചെയ്തെങ്കിൽ രാത്രി പ്രാർത്ഥന ദൈവം ഉയർത്തിലുണ്ട്. 17 കൊല്ലമായി ഈ വിഷയം. ഞാൻ മരിച്ച് ബോഡി മാറ്റി കിടത്തിയതാ. 4 ഓപ്പറേഷൻ സർജറി എന്റെ ദേഹത്ത് കയറി ഇറങ്ങി കഴിഞ്ഞതാ. എന്റെ ബോഡി മാറ്റി കിടത്തി. വൈകിട്ട് സൈഡിൽ കൂടെയൊക്കെ മോഷൻ പോകുന്ന കാലഘട്ടം. ഒത്തിരി കൊണ്ട് സാക്ഷ്യം പറയാൻ. കൃപയാതയോടെ നല്ലത് ഉയർത്തി. എന്റെ യൂട്യൂബ് ചാനലൊക്കെ എന്റെ സാക്ഷ്യം ഞാൻ പ്രസ്താവിച്ചിട്ടുണ്ട്. ദൈവത്തെ നിർത്തി നല്ലാതെ പറയാൻ മറ്റൊന്നുമില്ല. ഒത്തിരി മനുഷ്യ ഈ 28 വയസ്സുകളിൽ എന്തൊക്കെ അനുഭവിക്കാമോ എല്ലാം അനുഭവിച്ചു. പക്ഷെ കൃപയാൽ ഈ കൊട്ടാരക്കര തൃക്കണ്ണ മകദേശത്ത് ദൈവം നിർത്തി നല്ലാതെ വേറൊന്നും പറയാനില്ല. നിന്ന് നല്ല ദൈവം നിർത്തിയതാ. ഇന്ന് രാത്രിയിൽ എവിടെ നിന്ദിക്കപ്പെട്ടാലും ഒരു താക്കോൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മാനിക്കുന്നൊരു ദൈവമുണ്ട്. ഏലിയാവ് പറയാതെ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെ ഏലിയാവിന്റെ പകർന്ന ഒരു അധികാരം ഇന്ന് രാത്രി ദൈവത്തിന്റെ നാവിനകത്ത് ദൈവാത്മാവിന്റെ കയ്യിൽ കാണാൻ വകയാ. നിന്റെ നാവ് തെറി വിളിക്കുന്ന നാവല്ല, നിന്റെ നാവ് നുണ പറയുന്ന നാവാകരുത്. നിന്റെ നാവ് അഭിഷേകമായ നാവായി മാറട്ടെ. നാവിനകത്ത് ഒരു അധികാരം, ഒരു പ്രാർത്ഥനയുടെ താക്കോൽ. പ്രാർത്ഥനയുടെ താക്കോൽ മറക്കരുത് കേട്ടോ. എത്ര അധികാരമാണ് ദൈവം തരുന്നത്? 1 ദർശനത്തിന്റെ താക്കോൽ, 2 ദൈവം തരുന്ന താക്കോൽ കർത്താവിന്റെ കയ്യിലുള്ളതാ. ഏതിന്റെ താക്കോല? സ്വർഗത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ. 3 മറക്കരുത്, അധികാരത്തിന്റെ താക്കോൽ. 4 പ്രാർത്ഥനയുടെ താക്കോൽ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. 3 വാതിലുകളെ തുറക്കുന്ന താക്കോൽ. ഈ പ്രാർത്ഥനയ്ക്ക് ഈ വാതിൽ തുറന്നെങ്കിൽ ഇനി അനേക വീടുകളുടെ വാതിലുകൾ ദൈവം തുറക്കാൻ പറയാ. ദൈവം നിങ്ങളെ മാനിക്കാൻ പറയാ. കൊട്ടാരങ്ങളെ പട്ടണത്തിൽ കൊല്ലത്തിന്റെ ദൈവത്തിന്റെ ഐക്യ കൂട്ടായ്മയെ വളർത്തട്ടെ. ഇതൊരു മാളിക മുറിയാ. 120 കൂടി ഈ മാളിക ഗുണങ്ങൾ വരട്ടെങ്കിൽ അവിടെ പൊട്ടിപ്പുറപ്പെട്ട ഒരു അഭിഷേകമുണ്ട്, ഒരു തീയുണ്ട്. അങ്ങനെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ തീ ഇവിടെ ആളിക്കട്ടെ. ഇതിനെതിരെ കൈവക്കുന്ന, ഇതിനെ വിരൽ കൽപ്പിക്കുന്ന ചരിതരെ ഇന്ന് രാത്രി ദൈവാത്മാവിനെ വിടേറ്റുകയാണ്. കലകളെ അടിച്ച് ഇന്ന് രാത്രി ശകലയോടെ ദൈവത്തെ ആരാധിക്കുക. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ.
വാനത്തിന്റെ താക്കോൽ. പത്രോസേ, ഈ പാറമേൽ നീ എന്റെ സഭയെ പണിയും. ആ ഉറപ്പുള്ള ഒരു കരം ഒന്ന് പിടിച്ചാട്ടെ, ഉയർത്തിയ കരമായി ചാടി എഴുന്നേൽക്കാം, വേഗത്തിൽ എഴുന്നേറ്റാട്ടെ. ഒരു പഴയ പാട്ട്, എനിക്ക് പഴയ പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്ന ഒരു പഴയ ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പ്രത്യാശയോടെ ആരാധിക്കാം. എന്റെ പ്രസംഗം ഇന്ന് രാത്രി പൂർത്തീകരിക്കുന്ന സമയം അനുവദിയില്ലല്ലോ. ഇന്ന് രാത്രി ഇനി ദൈവം അവസരം തരുന്നു, നമുക്ക് പ്രസംഗിക്കാം. ദൂതുകൾ നമുക്ക് കേൾക്കാം. ഇന്ന് കേട്ട ദൂത് ഈ ദേശത്തിന് അനുഗ്രഹമായി മാറട്ടെ, ഈ അഭിഷക്തന് അനുഗ്രഹമായി മാറട്ടെ, അനേകരുടെ മടങ്ങി വരട്ടെ, അനേക കുടുംബങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ വിടിവിക്കപ്പെടട്ടെ. ഇതിനകത്ത് ഇരിപ്പാൻ കഴിയാതെ വണ്ണം ഇവിടുന്ന് മാറ്റി ആരാധന, ആത്മാവോടുകൂടി ആരാധന ഇവിടുന്ന് മാറ്റും. വലിയൊരു വിശാലതയിലേക്ക് ദൈവം കൊണ്ടുവരും. ഈ സിസ്റ്റമൊക്കെ മാറാൻ പറയാം. പട്ടണത്തിന് വേണ്ടി കരയുന്ന അഭിഷേകത്തിന് ദൈവം മാനിക്കാതിരിക്കത്തില്ല. ഒരു താക്കോൽ രാത്രി ദൈവം തന്നിരിക്കുക. ഈ ദേശത്തുമേൽ ഈ സഭ പണിയും. ഈ ദേശത്തിലെ ഒരു പാതാള ശക്തിയും ജയിക്കത്തില്ല. ഉള്ളവർ അതരങ്ങളെ തുറന്ന് ദൈവത്തിന് ശ്രമിച്ചാട്ടെ. പ്രശോഭിതമായൊരു നാട് ജീവികൾ പാടുമവിടെ, പകലില്ലവിടെ. പ്രശോഭിതമായൊരു നാട് ജീവികൾ പാടുമവിടെ. ജീവജല നദിയും നദിയെ ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലോ